നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ലോകത്ത് എവിടെ അശാന്തി ഉണ്ടായാലും നമ്മളെ ഓരോരുത്തരെയും അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബാധിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധസമാനമായ അല്ലെങ്കിൽ ഏതാണ്ട് യുദ്ധം എന്ന പ്രതീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെ രാത്രിയും വളരെ വളരെ സംഘർഷഭരിതമായിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം തുടർന്ന് വീണ്ടും ഇസ്രയേലിൻ്റെ ആക്രമണം തിരിച്ചടിച്ച് ഇറാന്റെ പ്രത്യാക്രമണം, അങ്ങനെ കൊണ്ടും കൊടുത്തും മധ്യപൂർവ്വദേശം മുഴുവൻ ഒരു സംഘർഷ ഭീതിയിലാണ്. ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമെന്ന് ഇറാൻ പറയുന്നുണ്ട്. അപ്പോഴും എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു അന്തരീക്ഷം മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുകയാണ്. ആ വാർത്തകളോടെ തന്നെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത്. മഴയുണ്ട്, മഴ ഭീതിയുണ്ട്. 2 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ കാര്യമായ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. നമുക്ക് വളരെ വിശദമായി തന്നെ വാർത്തകൾ പരിശോധിക്കാം. ആദ്യം നമ്മൾ പോകുന്നത് പശ്ചിമേഷ്യയിലേക്ക് തന്നെയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത്. ജെറുസലേമിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റുവെന്നാണ് വിവരങ്ങൾ. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞു. ഇതിനിടെ സമാധാനം നിലനിർത്തണമെന്ന ആഹ്വാനവുമായി UN രംഗത്തെത്തി. Earlier this morning, the Secretary General spoke to the Foreign Minister of the Islamic Republic of Iran. They, as you can imagine, discussed the situation created by the events unfolding in the past few hours. The Secretary General reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid at all costs a deadly confrontation that might get out of control. Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the Strip. Yesterday, the Israeli authorities rejected 8 out of 18 attempts made by the UN to coordinate such movements, including efforts to retrieve wheat, flour, and fuel supplies. 78 പേർ കൊല്ലപ്പെട്ടതായി UN-ലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. അതേസമയം ഇസ്രയേലിന്റെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ രാത്രി കനത്ത മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. തെക്കൻ ടെഹ്റാനിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. അതായത് ഒരു യുദ്ധത്തിലേക്ക് അതിവേഗം പശ്ചിമേഷ്യ നീങ്ങുകയാണോ? തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വേണം ശ്രീജ നമ്മൾ കരുതാൻ. കാരണം ഒരു സംഘർഷത്തിന് യാതൊരുവിധ അയവുമില്ല. ഇന്നലെ പുലർച്ചയോടുകൂടി നടന്ന ആക്രമണം അത് വലിയ രീതിയിൽ പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു. ആദ്യം ഇത്തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണമായിരുന്നു ഇറാനിലേക്ക് ഉണ്ടായത്. ഇറാനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടം അവിടെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടെഹ്റാനിൽ പലയിടങ്ങളിലും 13 ഇടങ്ങളിലായിട്ടായിരുന്നു പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതൊക്കെ ലക്ഷ്യം കാണാൻ സാധിച്ചു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് ആണവ കേന്ദ്രങ്ങളും ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം നടന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഇറാനിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ വരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് തിരിച്ചടി നൽകിയതായിട്ടുള്ള സ്ഥിരീകരണം ഇസ്രായേൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടെൽ അവീവിലും ജെറുസലേമിലും സെൻട്രൽ ഇസ്രായേലും ഒക്കെയാണ് ഇത്തരത്തിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്, ഒപ്പം തന്നെ മിസൈൽ ആക്രമണം ഉണ്ടായത്. അതിൽ പല കെട്ടിടങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നേരത്തെ 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചതായിട്ടുള്ളൊരു സ്ഥിരീകരണം വരികയും ചെയ്തു. അത് ഇത്തരത്തിൽ സിറിയൻ അതിർത്തിയിൽ വെച്ച് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു. പക്ഷേ അതിൽ ചിലത് നശിപ്പിക്കാൻ മാത്രമേ ഇസ്രായേലിന് സാധിച്ചിട്ടുള്ളൂ. മറ്റ് ഡ്രോണുകളും മിസൈലും ഒക്കെ ഇത്തരത്തിൽ ടെൽ അവീവിലൊക്കെ കനത്ത നാശനഷ്ടം വഹിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരികയും ചെയ്തത്. ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത്
അതായത് നിലവിൽ ഈ മിസൈലുകൾ പതിച്ചത് കെട്ടിടത്തിന് മുകളിലാണ്, അതായത് ജനവാസ കേന്ദ്രങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഈ ആക്രമണത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ടെഹ്റാനിൽ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് ഇന്നും പുലർച്ചയോടുകൂടി വീണ്ടും ഇറാൻ അഭിമുഖീകരിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കിയിരുന്നു. കാരണം നമുക്ക് അത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് ഇറാനെ ഒരുപക്ഷെ ഇസ്രായേൽ ആക്രമിച്ചേക്കാം, അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയതിന് ഏകദേശം മണിക്കൂറുകൾക്കകം തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇത്തരത്തിൽ ഇറാന് നേരെ ഉണ്ടാവുകയും ചെയ്ത്. തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഇന്നലെ ആക്രമണത്തിന് ശേഷം വൈകിട്ടോടുകൂടി വീണ്ടും US പ്രസിഡന്റിന്റെ ഒരു മുന്നറിയിപ്പ് വരുന്നു. താൻ ആദ്യം ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് നൽകിയതായിരുന്നു, പക്ഷേ അത് അവഗണിച്ചതുകൊണ്ടാണ് ഇത്രയും വലിയൊരു നാശത്തിലേക്ക്, ഇറാനിൽ ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്ത്. ഒപ്പം തന്നെ വീണ്ടും പറയുന്നു, വീണ്ടും ഈ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകണം, അതിന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നുള്ള ഒരു നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെക്കുന്നു. അല്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് പോവുകയും ചെയ്യും. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ആയുധങ്ങൾ മറ്റും നിർമ്മിക്കുന്ന US ആണ്. അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ പക്കലുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന ആക്രമണം അത് അതിക്രൂരമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ ദൈവം രക്ഷിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് നൽകുകയും ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ, മധ്യേഷ്യയിൽ ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മിഥുൻ, ഈ ഒരു ആക്രമണം ഇന്നലെ പുലർച്ചെ വീണ്ടും ആരംഭിക്കുമ്പോൾ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ഇസ്രയേലിനുണ്ടായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 വ്യക്തികൾ, ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ. അതായത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇത്തവണ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അവർ അത് ബാധിക്കപ്പെട്ടിട്ടില്ല. ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളെല്ലാം സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും ഇന്നലെയൊക്കെ വന്ന വാർത്ത ചെറിയ രീതിയിലുള്ള ആണവ ചോർച്ചയുണ്ട്, അങ്ങനെ സംശയമുണ്ടെന്ന വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എത്ര കണ്ട് ഇപ്പോൾ ഇറാന് കഴിയുന്നുണ്ട്? ശ്രീജ, അതായത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടം തന്നെ ഇറാനെ സംബന്ധിച്ചുണ്ടായി എന്നുള്ളത് തന്നെയാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബഗേരി, ഒപ്പം തന്നെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. ഒപ്പം തന്നെ മറ്റൊന്ന് ഈ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ മുൻ തലവൻ ഫെരൂദുൻ അബ്ബാസി, അലി ഷംഖാനി, അതായത് അവിടുത്തെ പരമോന്നത നേതാവ് കൂടിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേശവും കൂടിയായിട്ടുള്ള അലി ഷംഖാനി അടക്കമുള്ള പ്രധാനപ്പെട്ട 4 പേരാണ് കൊല്ലപ്പെടുകയും ചെയ്ത ഈ ആക്രമണത്തിൽ. മറ്റു പ്രധാനപ്പെട്ട 6ഓളം ശാസ്ത്രജ്ഞർ, ഈ ആണവ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട 6ഓളം ശാസ്ത്രജ്ഞർ കൂടി മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അത് ഇറാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ നാത്തൻസിൽ ചെറിയ രീതിയിൽ ആണവ ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നുകയും ചെയ്യുന്നു. അത് പക്ഷേ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇറാൻ അത് അംഗീകരിക്കുന്നില്ല, അത് പൂർണ്ണമായും തള്ളിക്കളയുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളാണ്, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളാണ്. അവ ലക്ഷ്യം കാണാൻ സാധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവർ മുൻകൂട്ടി തയ്യാറാക്കിയതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ആക്രമണം നടത്താൻ സാധിച്ചു എന്നാണ് പിന്നീട് IDF വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ തങ്ങളുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടാൻ ഏതറ്റം വരെയും പോകുമെന്ന് കൂടി അവരുടെ സൈനിക മേധാവികൾ വ്യക്തമാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ തന്നെയാണ് ആയത്തുള്ള ഖമേനിയുടെ ഒരു പ്രസ്താവന വരുന്നത്. കൈപ്പേറിയ രീതിയിലുള്ള മറുപടിയായിരിക്കും ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് നൽകാൻ പോകുന്നത്, കാത്തിരുന്നോളൂ എന്നുള്ള രീതിയിലൊരു മുന്നറിയിപ്പായിരുന്നു നൽകിയത്. പക്ഷേ മുൻകൂട്ടി ഇത് ഇസ്രായേൽ കണ്ടിരുന്നു. കാരണം പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജോർദാനിലും, ഒപ്പം തന്നെ ജോർദാൻ അതിർത്തി, ഒപ്പം തന്നെ സിറിയ അതിർത്തി അടക്കം, ലെബനൻ അതിർത്തിയിലടക്കം
കൃത്യമായ രീതിയിലുള്ള സേനാ വിന്യാസങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളോ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ അതിർത്തി വഴിയായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്കെ വരാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭൂരിഭാഗവും, അതായത് ഇറാൻ അയച്ചിട്ടുള്ള ഡ്രോണുകളിൽ ഭൂരിഭാഗവും ഇസ്രായേലിന് തകർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ ഇത്തരത്തിൽ ആയുധങ്ങളുടെ കാര്യങ്ങളായാലും ഒക്കെ തന്നെ ഏറ്റവും വലിയ ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിന് മുന്നിൽ ഒന്നുമല്ല എന്നത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്രമണം അത് ഏത് രീതിയിലാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇറാൻ നടത്തുന്നത് ജനവാസ മേഖലയിൽ കേന്ദ്രീകരിച്ചാണ് എന്നുള്ള ഒരു വാദമാണ് ഇസ്രായേൽ നടത്തുന്നത്. കൂടാതെ തന്നെ ഇറാൻ മറ്റൊരു അവകാശവാദം കൂടി ഉന്നയിച്ചിരുന്നു. അതായത് തങ്ങളുടെ മിസൈലിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം തകർത്തിട്ടു എന്നടക്കമുള്ള ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇസ്രായേൽ അത് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. കാരണം അറ്റാക്ക് നടന്നിട്ടുണ്ട്, പലയിടങ്ങളിലും മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന സ്ഥിരീകരണം നടത്തുന്നു. എന്നാൽ കെട്ടിടങ്ങൾക്കും ജനവാസ മേഖലയിലാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. കെട്ടിടങ്ങളൊക്കെ ചില കേടുപാടുകൾ പറ്റി നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട് എന്നുകൂടി ഒരു സ്ഥിരീകരണത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നു. പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് കനത്ത നാശനഷ്ടം തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ ഇത്തരത്തിൽ സംഘർഷം മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതേ സമാനമായ സാഹചര്യത്തിലേക്ക് ഇറാനിലേക്കും എത്താനുള്ള ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും. എന്തായാലും നിലവിൽ US ഇറാനുമായി ബന്ധപ്പെട്ട് നടത്താനിരുന്ന ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, അത് 6ാം ഘട്ട ചർച്ചകൾ ഈ ആഴ്ച ഒമാനിൽ വെച്ച് നടക്കാനിരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി അനിശ്ചിതത്വത്തിലായി. അതിലാണ് US ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപെടൽ നടത്തുന്നത്. അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഇറാൻ തന്നെ നടത്തിയിരുന്നു. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് US ആണ് ഇതിന് പിന്നിൽ, ഇസ്രായേലിന് പിന്നിൽ US ആണ്, എല്ലാവിധ പിന്തുണയും നൽകിയിട്ടുണ്ട് US എന്നുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ ആരോപണം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വൈറ്റ് ഹൗസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. തങ്ങൾ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, പക്ഷേ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരുവിധ പങ്കുമില്ല, അതിലൊരു തരത്തിലുമുള്ള പിന്തുണ ഇസ്രായേലിന് തങ്ങൾ നൽകിയിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു മുന്നറിയിപ്പ് കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നൽകുന്നു. ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല എങ്കിൽ പ്രത്യാക്രമണം അത് വലിയ രീതിയിൽ ഭവിഷ്യത്തിലേക്ക് പോകും, വലിയ നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് വരിക എന്നുള്ള രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീഷണി പോലെ ചില മുന്നറിയിപ്പ് കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി മിഥുൻ, ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ആക്രമണത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത്. രാത്രി നടന്ന ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ആകാശം മുഴുവൻ ഇത്തരത്തിൽ ഡ്രോണുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് Last night, the Israeli regime, the most dangerous and terrorist regime in the world, with full intelligence and political support from the United States regime, conducted a series of coordinated and premeditated military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. The overwhelming majority of them civilians, including women and children. Last night,
the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear: dismantle Iran's nuclear program, eliminate the architects of its terror and aggression, and neutralize the regime's ability to follow through on its repeated public promise. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, വളരെ വ്യക്തമായി തന്നെ ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പറയുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ചത് ആണവ സംവിധാനങ്ങൾ തകർക്കുക തന്നെയാണ്, ആണവ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നശിപ്പിക്കുക തന്നെയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം? ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ നടന്ന ഒരു പ്രമേയ അവതരണം 2 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ബോർഡ് ഓഫ് ഗവർണേഴ്സ് പാസാക്കിയ ഒരു പ്രമേയമാണ് ഇറാൻ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നത് നിർത്താൻ ഇറാൻ അത് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആ പ്രമേയം എത്രത്തോളം പ്രസക്തമാണ്? ഇറാൻ ആണവ ശക്തിയാകുന്നതിനെ ഇസ്രായേൽ എത്ര കണ്ട് ഭയക്കുന്നുണ്ട്? ശ്രീജ, സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഏത് തരത്തിൽ എവിടുന്നാണോ ഭീഷണി ഉണ്ടാകുന്നത് അതെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇറാൻ ഏതെങ്കിലും ഇത്തരത്തിൽ ആണവായുധങ്ങൾ സമ്പുഷ്ടീകരണം നടത്തിയാൽ, അതുമായി മുന്നോട്ട് പോയാൽ അത് വലിയ ഭീഷണിയാകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. കാരണം ഗാസയിലും ഒക്കെ തന്നെ ഹമാസിനെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗാസ മുനമ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. പലസ്തീൻ്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ലെബനിൽ ഹിസ്ബുള്ള കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ഹൂതി അറ്റാക്കുകൾ, അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. തങ്ങളുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുന്ന എന്ത് സംഭവിച്ചാലും അതിനുവേണ്ടി ഇസ്രായേൽ സൈന്യം രംഗത്തുണ്ടാകും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആണവായുധ ഭീഷണി ഉയർന്നാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അതിനെ നേരിടുന്നതിന് വേണ്ടി അത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് US ആണെന്നുള്ളത് തന്നെയാണ്. US-നെ സംബന്ധിച്ച് ഇത്തരത്തിൽ ആണവ ശക്തികൾ ഉണ്ടാകുന്നത് US-നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ 5 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് US ഒപ്പം തന്നെ ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ 5 തവണയും ഒരു കരാറിലേക്ക്, ഒരു ഡീലിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ സാധിച്ചില്ല. ഒരുപക്ഷെ ഈ ഒരു കരാർ നടന്നാൽ ഈ ഒരു ഭീഷണി ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുമായി ഈ ഒരു കരാർ നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആക്രമണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ 5 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും 6ാം ഘട്ടത്തിലേക്ക് ചർച്ചകൾ നടക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു. അതൊരു പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. പക്ഷേ കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ ഒരു അനുകൂല നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോകും. അതിന് വിദേശ രാജ്യങ്ങളിലെ ഒരു ശക്തിയും തങ്ങളുടെ രാജ്യത്ത് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിലും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ വേണ്ട, മറ്റ് രാജ്യങ്ങളുടെ ഉപദേശം വേണ്ട എന്നുള്ള ഒരു പരാമർശം അയത്തുള്ള അലി ഖമനേയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന US-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു. തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ ആക്രമണം ടെഹ്റാൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യം അത് എത്ര കണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്നലെ തന്നെ ഈ ഒരു ചെറിയ സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ എണ്ണവിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു, സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ ഒരു വിലക്കയറ്റമടക്കം രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഗാസയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരവധി പേർക്കാണ് ജീവൻ
നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഗാസയിൽ വലിയ രീതിയിൽ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇറാനിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ളൊരു കരാറിലേക്ക് ഏർപ്പെടണമെന്നുള്ളൊരു നിർദ്ദേശം യു എസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനോട് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതികരണം സൂചിപ്പിക്കുന്ന. സംഘർഷത്തിലേക്ക് പോകട്ടെ, അതായത് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് തന്നെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും, വീണ്ടും ഇതിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക്, ഒരു എസ്കലേറ്റ് ചെയ്ത ഒരു വാറിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചത്. ഇതിൽ പകുതിയോളം ഭൂരിഭാഗം മിസൈലുകളും തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ചില മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ സെൻട്രൽ ഇസ്രായേലിലും ഒപ്പം തന്നെ ജെറുസലേമിലും ടെലവീവിലും ഒക്കെ പതിക്കുകയുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. 63ഓളം പേർക്ക് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 63ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിസാര പരിക്കുകളാണ് പലർക്കും ഏറ്റിട്ടുള്ളത്. സാരമായി പരിക്കേറ്റവർ 8ഓളം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു സ്ഥിരീകരണം ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇസ്രായേൽ വലിയ പ്രത്യാക്രമണം നടത്തുമെന്നുള്ളതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതേ രീതിയിലുള്ള പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി യുദ്ധവിമാനങ്ങൾ, ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമപാതയ്ക്ക് സമീപമായി പറക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട യുദ്ധവിമാനങ്ങൾ ഇത്തരത്തിൽ ടെഹ്റാനിൽ പോയി അവിടെ ആക്രമണം, അതായത് യുദ്ധവിമാനങ്ങളുടെ ആക്രമണം ഉണ്ടായി എന്നുള്ള രീതിയിൽ ഒരു സ്ഥിരീകരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ അതിൻ്റെ തെളിവുകളടക്കം അവർ പുറത്തുവിടുന്നതായിരുന്നു പിന്നീട് കണ്ടത്. അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ ഇറാനിലേക്ക് പോയി തിരിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടതിന് ശേഷം തിരികെ ഇസ്രായേലിലേക്ക് തന്നെ വരുന്ന ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. അത്തരത്തിൽ വലിയ ആക്രമണം നടക്കുന്നു. ഈ ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോഴും ഈ അവരുടെ ചീഫ് വ്യക്തമാക്കുന്നത്, അതായത് ഇറാന്റെ ആണവ മേധാവി വ്യക്തമാക്കുന്നത് നിലവിൽ യാതൊരു വിധത്തിലുള്ള ആണവ ചോർച്ചയും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം അത് ലക്ഷ്യം കാണാൻ ഇസ്രായേലിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കേടുപാടുകളോ അല്ലെങ്കിൽ ആണവ ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ എന്തായാലും നഥാൻസിലടക്കം വലിയ രീതിയിലുള്ള ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അതിനോട് എത്രത്തോളം ഒരു യാഥാർത്ഥ്യമുണ്ട്, അതൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉള്ള നീക്കമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇറാന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടായ സ്ഥിതിക്ക്. ശരി മിഥുൻ, എന്തായാലും പശ്ചിമേഷ്യ സംഘർഷ ഭരിതമാണ്. ഇന്നലെ രാത്രിയും വളരെ ഭീതിയോടെയാണ് ആളുകൾ ഇരുന്നത്. ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു, അതിന് പിന്നാലെ കൂടുതൽ ശക്തമായ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ കൊണ്ടും കൊടുത്തും ആ പോരാട്ടം മുന്നേറുകയാണ്. നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഇറാനിലും ഇസ്രായേലിലും ആക്രമണം ഉണ്ടായാലും അത് ലോകം മുഴുവൻ പ്രതിഫലിക്കും. എല്ലാവരും ആകാംക്ഷയോടെ നോക്കുകയാണ്. പല രീതിയിലുള്ള ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആയാലും അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം അല്ലെങ്കിൽ അതിവേഗം യുദ്ധത്തിലേക്ക് നീങ്ങുന്ന പശ്ചിമേഷ്യ തന്നെയാണ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത. നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കിയ ശേഷം വിശദമായി അതിലേക്ക് വരാം. പശ്ചിമേഷ്യ യുദ്ധസമാനം. ഇസ്രായേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി ഇറാൻ. ഇസ്രായേലി നഗരങ്ങളായ ടെൽ അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. ഭൂരിഭാഗം ഡ്രോണുകളും തകർത്ത ഇസ്രായേലി അയൺ ഡോം. ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ആയത്തുള്ള അലി ഖമനേയി. സമാധാനം നിലനിർത്തണമെന്ന് UN. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നു. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വിശദമായി പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുന്നു. മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ.
അഹമ്മദാബാദ് വിമാന ദുരന്തമുയർത്തുന്ന ആശങ്ക ആകാശത്തോളം. എയർ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ. ടാറ്റ ഏറ്റെടുത്തിട്ടും കേടുകാര്യസ്ഥത തുടരുന്നു. ഏറ്റവും കൂടുതൽ പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്നത് എയർ ഇന്ത്യ എന്ന റിപ്പോർട്ടുകൾ. 2 വർഷത്തിനിടെ നേരിട്ടത് നിരവധി നടപടികൾ. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിലമ്പൂരിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ആരോപണ പ്രത്യാരോപണങ്ങൾ കനപ്പിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. പ്രചരണാവേശത്തിൽ UDF-ഉം LDF-ഉം. മുഖ്യമന്ത്രി മണ്ഡലത്തിൽ തുടരുന്നു. പ്രിയങ്ക ഗാന്ധി നാളെ എത്തും. PV അൻവറിന് വോട്ട് തേടി യൂസഫ് പഠാനും നാളെ മണ്ഡലത്തിൽ. വികസനം ചർച്ച ചെയ്യണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഊന്നൽ നൽകുന്നത് ജമാഅത്തെ കൂട്ടുകെട്ടിൽ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. ലക്ഷ്യം UDF അസംതൃപ്തരുടെയും സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെയും വോട്ട്. മലപ്പുറം പരാമർശ വിവാദത്തിൽ പ്രതികരണമില്ല. ഇന്ന് വഴിക്കടവിലും എടക്കരയിലും പിണറായിയുടെ യോഗങ്ങൾ. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാവുന്നു. ഇന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. നാളെ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോട്ടയത്തും ഇടുക്കിയിലും ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയത്തിനരികെ ദക്ഷിണാഫ്രിക്ക. 8 വിക്കറ്റ് കയ്യിലിരിക്കെ ഓസ്ട്രേലിയയോട് ജയിക്കാൻ ആവശ്യം 68 റൺസ്. ഇന്ന് BCCI അപെക്സ് കമ്മിറ്റി യോഗം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടെസ്റ്റ് വേദിയാക്കുന്നത് പരിഗണനയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായത്. ജെറുസലേമിലുണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി പറഞ്ഞു. بدون تردید فکر نکنند که زدند و تمام شد. نه، کار رو اونها شروع کردند و جنگ. ഇതിനിടെ സമാധാനം നിലനിർത്തണമെന്ന ആഹ്വാനവുമായി UN രംഗത്തെത്തി. Earlier this morning, the Secretary General spoke to the Foreign Minister of the Islamic Republic of Iran. They, as you can imagine, discussed the situation created by the events unfolding in the past few hours. The Secretary General reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid at all costs a deadly confrontation that might get out of control. Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the Strip. Yesterday, the Israeli authorities rejected 8 out of 18 attempts made by the UN to coordinate such movements, including efforts to retrieve wheat, flour, and fuel supplies. ഇതുവരെയുള്ള ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായി UN-ലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. Last night, the Israeli regime, the most dangerous and terrorist regime in the world, with full intelligence and political support from the United States regime, conducted a series of coordinated and premeditated military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. The overwhelming majority of them civilians, including women and children. Last night, the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear: dismantle Iran's nuclear program, eliminate the architects of its terror and aggression, and neutralize the regime's ability to follow through on its repeated public promise.
MG മിഥുൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. മിഥുൻ, നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ഇസ്രയേലിനും US-നും മുന്നിൽ എന്ന് ഖമനേയുടെ മുന്നറിയിപ്പ് വരുന്നു. അതിന് പിന്നാലെ ആക്രമണങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു. ജെറുസലേമിലൊക്കെ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി വിവരങ്ങളുണ്ട്. പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ നൂറുകണക്കിന് കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. 200ഓളം ഇസ്രയേലി ഫൈറ്റർ ജെറ്റ്സ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. നൂറുകണക്കിന് ഡ്രോണുകൾ. അങ്ങനെ ശരിക്കും ഒരു യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണോ പശ്ചിമേഷ്യ? ശ്രീജ, പശ്ചിമേഷ്യ മറ്റൊരു സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സ്വാഭാവികമായും ഇസ്രായേലിലെ ഇറാന്റെ ഭാഗത്തുനിന്നൊരു ആക്രമണം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുക തന്നെ ചെയ്യും. കാരണം അത്രയും വലിയ ആയുധ ശേഖരണമുള്ള ഒരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രതീക്ഷിച്ചുണ്ടാവുകയും ചെയ്യും. കാരണം ടെഹ്റാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ 13 ഇടങ്ങളായിരുന്നു കേന്ദ്രീകരിച്ചത്. അതിൽ ഈ 13 ഇടങ്ങളും അവർ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ 13 ഇടങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളും ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ മിഷൻ നടത്തിയത്. അത് ലക്ഷ്യം കാണാൻ സാധിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. മറ്റൊരു ജനവാസ മേഖലയും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. ആ ടെഹ്റാനിൽ തന്നെയാണ് വീണ്ടും ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. ടെഹ്റാന്റെ വിമാനത്താവളം കഴിഞ്ഞ ദിവസം തന്നെ അടച്ചിരുന്നു. വിമാനത്താവളത്തിലേക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ അറ്റാക്ക് നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. CNN ന്യൂസ് 18 തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ടെഹ്റാനിലെ വിമാനത്താവളം മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏകദേശം 200ഓളം ഫൈറ്റർ ജെറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട ഇറാന്റെ വ്യോമപരിധിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. വ്യോമപാത കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അടയ്ക്കുകയും ചെയ്തതാണ്. വ്യോമപരിധിക്കുള്ളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്ത്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം പിന്നീട് ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ, ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഇവയൊക്കെ പലതും തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചുവെങ്കിൽ പോലും പലതും ഇസ്രായേലിന്റെ നഗരപ്രദേശങ്ങളിലേക്ക്, ജനവാസ മേഖലയിലേക്ക് വന്ന് പതിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 63ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തിരിച്ചടി അത് ഇറാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നിലവിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൂടി പറഞ്ഞു വെക്കുന്ന പോലെ, ഖമനേയി പറയുന്ന പോലെ തന്നെ ഈ ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാൻ ഇറാൻ സൈന്യത്തിന് സാധിക്കും. അതിന് കാത്തിരുന്നോളൂ. കൈപ്പേറിയ ചില ആക്രമണങ്ങൾക്കാണ് ഇനി ഇസ്രായേൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നടക്കമുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം നടത്തുമ്പോൾ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകും, എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ ആക്രമണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇറാനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മരണപ്പെടുന്നു, സൈനിക മേധാവി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു. ഈ ആണവായുധങ്ങൾ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടത്തിയ ആക്രമണം, അത് ചില ജനവാസ മേഖലകളിലേക്കാണ് അവർ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി ഐക്യരാഷ്ട്രസഭയിൽ അംബാസിഡർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. 78ഓളം പേർ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരാണ് ഈ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും എന്ന് അവർ പറഞ്ഞു വെക്കുന്നു. 300-ലധികം പേർക്ക് പരിക്കേറ്റതായി കൂടി ഇറാൻ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരിച്ചടി അത് ഇസ്രായേൽ നൽകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി അവരൊരു വ്യക്തത വരുത്തിയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോലും തന്നെ ഈ ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം പുനഃസ്ഥാപിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും തന്നെ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയിരിക്കുന്നു. എന്തായാലും 12 രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമാധാനം പുനഃസ്ഥാപിക്കണം, ഈ രാജ്യങ്ങൾ സംയമനം പാലിക്കണം എന്നടക്കമുള്ള ആവശ്യവുമായി രംഗത്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിരുന്നു. നിലവിലെ സംഘർഷ സാധ്യതകളെക്കുറിച്ച് നെതന്യാഹു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോൺ സംഭാഷണത്തിലൂടെ വിശദീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ സമാധാനം പുനഃസ്ഥാപിക്കണം, സമാധാനവുമായി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റ് രാജ്യങ്ങൾ കൂടി ഈ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്
വേണ്ടിയുള്ള ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് US-ന്റെ ഒരു ഇടപെടൽ തന്നെയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇത്തരത്തിൽ ആണവ കരാറുമായി ഒരു ഡീൽ ഉറപ്പിച്ചാൽ മാത്രമേ ഈ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കൂ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇപ്പോൾ കണ്ടതല്ല, ഇനി ഉണ്ടാകുന്നത് അതിക്രൂരമായ ആക്രമണമായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ അത് വികസിപ്പിച്ചെടുക്കുന്നത് US തന്നെയാണ്. അതിൽ ഭൂരിഭാഗം ആയുധങ്ങളും ഇസ്രായേലിന്റെ പക്കലുണ്ട്. അവയൊക്കെ ഇറാന് നേരെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ പ്രയോഗിക്കുകയും ചെയ്യും. അത് വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന് തടയിടുന്നതിന് വേണ്ടി ഇറാൻ ഈ ഒരു ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കണം, അതിൻ്റെ ചർച്ചകളിലേക്ക് സഹകരിക്കണം എന്നുള്ള ആവശ്യം വീണ്ടും US മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഇപ്പോഴും ഖമനേയി അടക്കമുള്ളവർ ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും സംഘർഷ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, വലിയ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ശ്രീജ, മിഥുൻ, ഇനി അറിയേണ്ടത് ഇത് ജിയോ പൊളിറ്റിക്കലായി ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇന്നലെ തന്നെ ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരത്തിലാണ് വന്നത്. പലതവണ ഇറാനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടതാണ്, പക്ഷെ അപ്പോഴൊക്കെയും ഇറാൻ എടുത്ത നിലപാടാണ് ഇങ്ങനെയൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. ഇനിയും രൂക്ഷമായ ആക്രമണം ഉണ്ടാകും, അതിനു മുൻപ് ദൈവം രക്ഷിക്കട്ടെ എന്നൊരു മെസ്സേജാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, അറബ് രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ഇസ്രയേലും ഇന്ത്യയും തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ തരം ചർച്ചകൾ ഇറാനും ഇസ്രയേലിനും ചുറ്റും ഇപ്പോൾ നടക്കുന്നുണ്ട്? സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രീജ ഇത്തരത്തിൽ പല രാജ്യങ്ങളുടെയും ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഈ ആണവ കരാർ എന്നുള്ളത് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, ആ കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റവും വരെയും അമേരിക്ക പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇറക്കിയ ഈ പ്രസ്താവന ഒരു ഭീഷണിയായി തന്നെ നമുക്ക് ചൂണ്ടിക്കാട്ടാവുന്നതാണ്. ഒരു മുന്നറിയിപ്പിനപ്പുറം ഒരു ഭീഷണി സ്വരത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. കാരണം നേരത്തെയും താൻ സമാനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. അതുതന്നെയാണ് ഇറാൻ പറയുന്ന പോലെ തന്നെ ഈ ഒരു ആക്രമണത്തിൽ, ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് US. ഇതിന് പിന്നിൽ US തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഇറാൻ ഉന്നയിക്കുമ്പോൾ അത് ശക്തി പകരുന്നത്, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവർ. അതായത് ആദ്യം ഇസ്രായേലിന്റെ ആക്രമണം വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവന ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആണവ കരാറുമായി ഒരു ഡീൽ ഉറപ്പിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം ഉണ്ടാകും, അത് ഇറാന് നേർക്ക് ഉടനടി തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് പറഞ്ഞ് ഏകദേശം മണിക്കൂറുകൾക്കകമായിരുന്നു ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ വലിയ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുന്നത്, മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നത്, അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇന്നലെ വീണ്ടും ഒരു ഭീഷണി സ്വരത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരികയും ചെയ്യുന്നു. അതിനൊരു അനുകൂല മറുപടി, അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയോ ഇതുവരെയും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ അയത്തുള്ള അലി ഖമനേയി പറഞ്ഞതുപോലെ തന്നെ തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഇത്തരത്തിൽ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കും, അതിൽ വേറെ രാജ്യങ്ങളുടെ ഇടപെടൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത്തരത്തിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ ഉണ്ടാകുകയാണ് എങ്കിൽ അതൊരു തരത്തിലും തങ്ങൾ അംഗീകരിക്കില്ല, മറ്റൊരു രാജ്യത്തിൻ്റെയും നിർദ്ദേശം തങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയായിരുന്നു അവർ പറഞ്ഞത്. അവർ നിലപാടത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അത്തരത്തിൽ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു അവർ വ്യക്തമാക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ വീണ്ടും ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം ഈ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചില്ല എങ്കിൽ അത് വലിയ ഭീഷണിയായി തീരുന്നത് മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. കാരണം പലതവണ ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേലിന് മുന്നറിയിപ്പും മുൻകാലങ്ങളിലും നൽകിയിട്ടുണ്ടായിരുന്നു. ഗാസയിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള രക്തച്ചൊരികൾ അത് നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തവണ ഇസ്രായേൽ ഖമനേയി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അറ്റാക്ക് നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആണവ ശക്തിയായി ഇറാൻ മാറിയാൽ അത് ഏറ്റവും കൂടുതൽ
കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ സൈനിക മേധാവി വ്യക്തമാക്കിയത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരു ശക്തിയും തങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല, അതിനുവേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിലുള്ള പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകും, പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വഴിവെക്കുന്നു. എന്തായാലും നിലവിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വരുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ, നിലവിലെ സ്ഥിതിഗതികൾ ഇരുവരും പങ്കുവച്ചിട്ടുണ്ട്. സമാധാനം ഉടൻ തന്നെ ഉറപ്പാക്കണം, ഒരു എസ്കലേറ്റ് ചെയ്തൊരു വാറിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇന്ത്യ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളും സമാനമായ ആവശ്യവുമായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്ന് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇപ്പോൾ ഇസ്രായേലിന്റെ അറ്റാക്ക് വീണ്ടും ഇങ്ങനെ ഇറാന് മേലുണ്ടാകുന്നു. 200ഓളം യുദ്ധവിമാനങ്ങൾ തയ്യാറെടുക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ വീണ്ടും ടെഹ്റാനിലേക്ക് പതിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇറാന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇസ്രായേൽ കണക്കാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സിറിയയും ഒപ്പം തന്നെ ജോർദാൻ അടക്കമുള്ള അതിർത്തികളിൽ, ഇസ്രായേലിന്റെ അതിർത്തികളിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഏറെക്കുറെ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട്, കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. കാരണം ഇതിനു മുമ്പും ഈ ആക്രമണം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഇത് തടയുന്നതിന് വേണ്ടി ഇസ്രായേൽ പല നടപടികളും സ്വീകരിച്ചിരുന്നു. പക്ഷേ ഭൂരിഭാഗം മിസൈലുകളും ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഒപ്പം തന്നെ ഡ്രോണുകളും അത് തടയാൻ ഇസ്രായേലിന് സാധിച്ചുവെങ്കിൽ പോലും തന്നെ പലതും ഈ ജനവാസ മേഖലയിലേക്ക് പതിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ശ്രീജ, മിഥുൻ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇപ്പോൾ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾ, ആണവ ശക്തിയാകുന്ന ഇറാനെ ഏത് വിധേനയും തടയുക എന്നത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെ കൂടി ആവശ്യമാണ്. ഇവരുടെ പ്രിസിഷൻ അറ്റാക്കാണ് നടത്തിയതെന്ന് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നു ആ തന്ത്രം? കൃത്യമായി ഇറാന്റെ ഏറ്റവും മുതിർന്ന 4 നേതാക്കളെ, ഈ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളെ, ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം. ഇന്നലെയൊക്കെ ഈ നതാൻസിലെ ചെറിയ ആണവ ചോർച്ചയെക്കുറിച്ച്, അങ്ങനെ ഒരു ആണവ ചോർച്ചയുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും അത് ലക്ഷ്യമിട്ട് തന്നെ ഇസ്രായേൽ ആക്രമണം തുടരുമ്പോൾ എത്രമാത്രം പ്രതിസന്ധിയിലാവുന്നുണ്ട് ഇറാൻ? ശ്രീജ, അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം US-ഉമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകൾ, 5 ഘട്ട ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നടന്നു കഴിഞ്ഞിരുന്നു. ഈ ചർച്ചയ്ക്ക് ഇറാനെ പ്രതിനിധീകരിച്ചെത്തിയത് ഈ അയത്തുള്ള അലി ഖമനേയുടെ മുഖ്യ ഉപദേഷ്ടാവൻ കൂടിയായിട്ടുള്ള അലി ഷംഖാനി ആയിരുന്നു. അദ്ദേഹം കൂടി ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടേണ്ടത്. കാരണം ഈ കരാറുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ വ്യക്തി തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇറാനെ ലക്ഷ്യം വെച്ചത്, ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്, അവർ ആ ലക്ഷ്യം കാണാൻ അവർക്ക് സാധിച്ചു എന്ന് നമുക്ക് ഇതിലൂടെ കരുതേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ സംയുക്ത സേനാ മേധാവി കൊല്ലപ്പെടുന്നു, സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. 13 ഇടങ്ങളിലായിരുന്നു അവർ ലക്ഷ്യം വെച്ചത്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഇന്ത്യ പാക് സംഘർഷം ഉടലെടുത്ത സാഹചര്യത്തിൽ ഇന്ത്യ ഈ രീതിയിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, അതായത് സൈനിക കേന്ദ്രങ്ങൾ ഒക്കെ ലക്ഷ്യം വെച്ച് ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു. 9 ഇടങ്ങളിൽ അതിനു മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ചില ലക്ഷ്യം വെച്ചതുപോലെ തന്നെ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷം തിരികെ മറ്റൊരു കാഷ്വാലിറ്റി ഇല്ലാതെ തിരികെ നമുക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ രീതിയിൽ തന്നെയായിരുന്നു ഇസ്രായേലിന്റെ ഒരു അറ്റാക്ക് ഇത്തരത്തിൽ ഇറാന്റെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നത്. ടെഹ്റാനിൽ അവർ കണ്ണടച്ചു തുറക്കും മുമ്പ് തന്നെ ആക്രമണം നടത്തി തിരിച്ചെത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത്, അതായത് വ്യോമ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ജെറ്റ് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യോമാക്രമണം നടത്തി, ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചും ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഒക്കെ തന്നെ ടെഹ്റാനിലെ 13 ഇടങ്ങളിൽ അറ്റാക്ക് നടത്താൻ, അതും സൈനിക കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. അതിൽ നിന്ന് വ്യക്തമാണ് ഒരു തരത്തിലും ഈ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് ഒരു തരത്തിലും ഇറാൻ മുന്നോട്ട് പോകാൻ പാടില്ല. അത് തടയേണ്ടത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്ന് അവർ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തതാണ്.
എന്തായാലും ഇതുമായി ഈ ആണവ സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ വ്യക്തമാക്കിയത് തന്നെയാണ് ഇസ്രായേലിനെ പിന്നീട് ചൊടിപ്പിച്ചത്, US-നെ പിന്നീട് ചൊടിപ്പിക്കുകയും ചെയ്തത്. അത് തന്നെയാണ് ഈ ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇനിയും തുടരാൻ തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണങ്ങൾ നടക്കും. ടെഹ്റാനിൽ നിന്ന് രാവിലെ പുലർച്ചെയും വീണ്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം നടക്കുന്നു. വീണ്ടും യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. വലിയ രീതിയിൽ യുദ്ധവിമാനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ വ്യോമപാതയ്ക്ക് സമീപം ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏതെങ്കിലും തരത്തിൽ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായാൽ അതിൽ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇറാനെ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ US പ്രസിഡന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആ ഒരു പ്രസ്താവന, അതിൽ എന്ത് മറുപടി ആയിരിക്കും ഇറാൻ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ US മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശ്രീജ, വിട്ടുവീഴ്ചയ്ക്ക് ഇരു രാജ്യങ്ങളും തയ്യാറല്ല. സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന ആശങ്കയാണ് ഈ രാവിലെയും നിലനിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യം മുഴുവൻ ആശങ്കപ്പെട്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെ കുറിച്ചുള്ള വാർത്തകളിലാണ്. അവിടെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ഈ ദുരന്തത്തിന് കാരണം എന്ന് കണ്ടെത്താനുള്ള പരിശോധന നടക്കുകയാണ്. ഇന്നലെ കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വളരെ വിശദമായി തന്നെ പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഇന്നലെ DGCAയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സംശയിച്ചിരുന്നതുപോലെ പക്ഷി ഇടിച്ചതോ അല്ലെങ്കിൽ അമിതഭാരമോ അല്ല എന്നത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇനി അറിയേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും വിശ്വസ്തമായ, ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന് മിനിറ്റുകൾക്കകം താഴെ വീണത് എന്നതറിയേണ്ടത് ബോയിങ്ങിന് ആവശ്യമുണ്ട്, എയർ ഇന്ത്യക്ക് ആവശ്യമുണ്ട്, രാജ്യത്തിന് മുഴുവൻ അറിയേണ്ട ആവശ്യമുണ്ട്. ഏത് രീതിയിലാണ് ഇപ്പോൾ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ശ്രീജ, ഇപ്പോൾ അന്വേഷണം ഏതായാലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകേണ്ടതുണ്ട്. അതിനായി DNA സാമ്പിളുകളുടെ പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 200-ലധികം പേരാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ സാമ്പിൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ മലയാളിയായ രഞ്ജിതയുടെ സഹോദരൻ ഇപ്പോൾ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് തിരിച്ചിരുന്നു. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നില്ല, അത് മുംബൈയിലായിരുന്നു ആദ്യം എത്തിയത്. അതിനുശേഷം 5:30 മുംബൈയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇപ്പോൾ ഏതാണ്ട് 6:50 അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അരമണിക്കൂറിനകം തന്നെ ആശുപത്രിയിലെത്തും. ഏത് സാഹചര്യത്തിലാണ് നിലവിൽ മൃതദേഹമുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പല മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ മൃതദേഹം വിട്ടു നൽകും എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അല്ലാത്ത പക്ഷം DNA പരിശോധന അടക്കം നടത്തേണ്ടതുണ്ട്. ഇത്തരം പരിശോധനയ്ക്ക് സ്വാഭാവികമായും ഏറ്റവും വേഗത്തിലാണെങ്കിൽ പോലും 78 മണിക്കൂർ എടുക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 2-3 ദിവസം കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും അത്തരത്തിൽ DNA പരിശോധന അടക്കമുള്ള പരിശോധന ഈ ഘട്ടത്തിൽ നടന്നു വരികയാണ്. ഒപ്പം ശ്രീജ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അന്വേഷണം നിലവിൽ AIB എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ മറ്റൊരു അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പരിശോധിക്കുന്നതിനായി ഒരു ഉന്നതതല സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. കേന്ദ്ര വ്യോമയാന മന്ത്രാലയമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ വാർത്ത അറിയിക്കുന്നത്. അതായത് ഈ അഹമ്മദാബാദിലെ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പുറമെ നിലവിലുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന് പുറമെ ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിശോധിക്കും. അല്ലെങ്കിൽ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ പര്യാപ്തമാണോ തുടങ്ങിയ കാര്യങ്ങൾ കമ്മിറ്റി പരിശോധിക്കും. ഒപ്പം ഈ ഭാവിയിൽ ഇത്തരം അപകടം തടയാനുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഈ കമ്മിറ്റിക്കുള്ളത്. ഏതായാലും ഈ കമ്മിറ്റിയെ 11 അംഗങ്ങൾ ഈ കമ്മിറ്റിയിലുണ്ട്. അതിൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അംഗമാണ്. ഒപ്പം തന്നെ വ്യോമയാന സെക്രട്ടറി ഇതിൽ അംഗമാണ്. ഒപ്പം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി അംഗമാണ്. ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറി ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ
സ്റ്റേറ്റ് ഡിസാസ്റ്റർ അതോറിറ്റിയിൽ നിന്ന് ഗുജറാത്തിൽ നിന്ന് അംഗങ്ങളാണ്, അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ അംഗങ്ങളാണ്. അങ്ങനെ ഒരു വിപുലമായ കമ്മിറ്റിക്കാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം ഈ ഘട്ടത്തിൽ രൂപം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും AIBയുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം 28 മണിക്കൂറിന് ശേഷമാണ് ഈ അപകടത്തിൽ ഏറ്റവും നിർണായകമായ ചില വസ്തുക്കൾ കണ്ടെടുക്കാൻ ഇന്നലെ സാധിച്ചിരുന്നത്. കാരണം ഇന്നലെയാണ് ഇത്തരത്തിൽ FDR, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, ഇന്നലെ രാത്രിയാണ് കണ്ടെത്തിയിരുന്നത്. ബ്ലാക്ക് ബോക്സിന് തന്നെ പ്രധാനപ്പെട്ട ഭാഗമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഇന്നലെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. സ്വാഭാവികമായും ഈ അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ പരിശോധന നടക്കുമ്പോൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് AIBയും ഒപ്പം തന്നെ DGCAയും ഒക്കെ തന്നെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് CVR ആണ്. CVR കൂടി ഇനി കണ്ടെടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം CVR കണ്ടെടുത്താൽ, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കണ്ടെടുത്താൽ മാത്രമേ എന്തൊക്കെ കമാൻഡുകൾ ഈ അവസാന സമയത്ത് നൽകി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരാൻ സാധ്യതയുള്ളൂ. കാരണം നേരത്തെ തന്നെ DGCA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് മെയ്ഡേ കോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അവസാന നിമിഷം സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം സംഭാഷണങ്ങളൊക്കെ തന്നെ ലഭ്യമാകണമെങ്കിൽ ഈ CVR അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള പരിശോധന ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നു. ഇന്നലെ ഉച്ചയോടുകൂടി ചില കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് പ്രത്യേകിച്ച് DVR അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. അത് ബ്ലാക്ക് ബോക്സ് ആണ് എന്ന തരത്തിലുള്ള ചില ആശയക്കുഴപ്പം, അത്തരമുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ വ്യോമയാന മന്ത്രാലയം ഇന്നലെ വൈകിട്ട് തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അത് DVR, അത് ബ്ലാക്ക് ബോക്സിന്റെ ഭാഗമല്ല എന്ന് വ്യോമയാന മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം ഇന്നലെ ഗുജറാത്ത് ATS ആണ് അവിടെ നടത്തിയ പരിശോധനയിൽ നിന്ന് ഇത്തരത്തിൽ DVR കണ്ടെത്തിയത്. പക്ഷേ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയത് അത് ബ്ലാക്ക് ബോക്സിന്റെ ഭാഗമല്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും FDR കണ്ടെടുത്തിട്ടുണ്ട്. ഇനി CVR കൂടി കണ്ടെടുക്കേണ്ടതുണ്ട്. അതിനായുള്ള തിരച്ചിൽ ഇന്ന് തുടരുമെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ CVR കൂടി കണ്ടെടുത്താൽ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്താൻ സാധ്യതയുള്ളൂ. ഇന്നലെ ഈ വിമാനം പതിച്ച കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ FDR കണ്ടെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തന്നെയായിരിക്കും ഇന്നും നടക്കുക. ഒപ്പം പല മൃതദേഹങ്ങൾ കൂടി ആളുകളെ കാണാനില്ലെന്ന പരാതി ഇന്നലെ തന്നെ ഉയർന്നതാണ്. അവിടെ ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഇന്നും അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പരിശോധന നിശ്ചയിച്ചിട്ടുള്ളത്. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പരിശോധന തുടരും. ഒപ്പം മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്കായിരിക്കും ഇനി പെട്ടെന്ന് കടക്കുക. അതിനായി ആളുകളെ തിരിച്ചറിയുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രതിസന്ധി. ആരെയും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ്. DNA പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന വിവരങ്ങൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ പക്ഷേ കാര്യമായ ചില ചർച്ചകൾ ഉയരുന്നുണ്ട്. അത് എയർ ഇന്ത്യയുടെ വിമാനങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതേക്കുറിച്ച് ചർച്ചകൾ ഉയരുമ്പോൾ പല വിവരങ്ങളും പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ്. രാജ്യത്ത് പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നതിൽ 1-ാം സ്ഥാനത്തുള്ള എയർ ഇന്ത്യ കഴിഞ്ഞ 2 വർഷത്തിനിടെ നേരിട്ടത് നിരവധി നടപടികളാണ്. പിഴ ഈടാക്കേണ്ടി വന്നിട്ടുണ്ട്. നഷ്ടത്തിൽ മുടിഞ്ഞ എയർ ഇന്ത്യയെ ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ അന്ന് ഏറ്റെടുത്തതെങ്കിലും DGCAയുടെ തല്ലുകൊള്ളാനേ എയർ ഇന്ത്യക്ക് നേരമുണ്ടായിട്ടുള്ളൂ. വലിയ നഷ്ടത്തിൽ പോയിരുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലെത്തിക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ ഏറ്റെടുക്കുന്നത്. എന്നാൽ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. രാജ്യത്ത് പറക്കുന്ന പഴക്കമേറിയ വിമാനങ്ങളിൽ 43 എയർ ഇന്ത്യയുടേതാണ്. പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്ന കാര്യത്തിൽ എയർ ഇന്ത്യയാണ് ഒന്നാമത്. ഇതിനു പുറമെ വിമാനത്തിന്റെ പ്രവർത്തനത്തിലെ വീഴ്ച, സുതാര്യതയില്ലായ്മ, കോക്പിറ്റിലെ അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിൽ DGCA എടുത്ത നടപടികൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരനെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയിൽ $35,000 2023 ജനുവരിയിൽ എയർ ഇന്ത്യ പിഴയൊടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത മാസം വിമാനത്തിന്റെ കോക്പിറ്റിൽ സുഹൃത്തിനെ കയറ്റിയതിന് പൈലറ്റിനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതേ വർഷം ജൂണിൽ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം എഞ്ചിൻ തകരാർ കാരണം കിഴക്കൻ റഷ്യയിൽ ഇറക്കേണ്ടി വന്നു. പിന്നീട് 2024 ജൂലൈ മാസം ഇതേ റൂട്ടിൽ വീണ്ടും വിഷയമുണ്ടായി. അന്ന് കാർഗോ ഹോൾഡ് ഏരിയയിലായിരുന്നു പ്രശ്നം. പൈലറ്റുമാർക്ക് വിശ്രമം നൽകാതെ ജോലിക്ക് നിയോഗിച്ചതിന് 80 ലക്ഷം രൂപ എയർ ഇന്ത്യ DGCAക്ക് പിഴയൊടുക്കേണ്ടി വന്നത് 2024 മാർച്ചിലാണ്. 2025 ആവശ്യമായ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും പൂർത്തിയാക്കാത്ത പൈലറ്റിനെ പറക്കാൻ അനുവദിച്ചതിന് 30 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്നു. സ്വകാര്യവൽക്കരിച്ചിട്ടും എയർ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ ഈ കെടുകാര്യസ്ഥതയാണെങ്കിൽ എയർ ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും.
ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വികസന രാഷ്ട്രീയ വിവാദങ്ങൾക്കൊക്കെ അപ്പുറത്ത് അന്താരാഷ്ട്ര വിഷയങ്ങൾ വരെ നിലമ്പൂർ പ്രചാരണത്തിലെത്തുന്നുണ്ട്. ഇറാനെ ആക്രമിച്ച ഇസ്രയേലിന്റെ നടപടിക്കെതിരെ മുസ്ലിം മുഖ്യമന്ത്രിയും ലീഗ് നേതാക്കളും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് വിശദമായ വിവരങ്ങളും വിശകലനങ്ങളും ഒക്കെയായി MG രേണുക ചേരുന്നുണ്ട്. രേണു, ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ മഴയൊക്കെ ആണെങ്കിലും വളരെ വളരെ ചൂട് പിടിച്ച പ്രചാരണത്തിനാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാക്ഷ്യം വഹിക്കുന്നത്. സാധാരണ നമ്മൾ CPM-നെ പറ്റി പറയാറുള്ളത് പോലെ അന്താരാഷ്ട്ര വിഷയങ്ങൾ അടക്കം അവരുടെ പ്രസംഗത്തിൽ വരാറുണ്ട്. പ്രചാരണത്തിൽ പലപ്പോഴായി ഹാഗിയ സോഫിയ വരുന്നു, ഇപ്പോൾ ഇത് ഇറാൻ ഇസ്രയേൽ പ്രശ്നം വരുന്നു. അങ്ങനെ നിലമ്പൂരിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാഴ്ചകൾ? വെരി ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്ന് ഓറഞ്ച് അലർട്ട് ആയിരുന്നു. പരസ്യ പ്രചരണത്തിന് ഇനി 4 ദിവസം മാത്രം അവശേഷിക്കുമ്പോൾ ഈ ഓറഞ്ച് അലർട്ട് ഇന്നത്തെ ദിവസത്തെ അലോസരപ്പെടുത്തുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ രാവിലെ അല്പം തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത്. മഴ അല്പം വിട്ടുനിൽക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ആ ഒരു ആശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ പതിവിലും നേരത്തെ പ്രചരണം ആരംഭിച്ച് അല്ലെങ്കിൽ അങ്ങനെ കളം പിടിക്കാനുള്ള ശ്രമമാണ്. ഒരു നിമിഷം പോലും ഇനി പാഴാക്കാനില്ല എന്നത് മുന്നിൽ കണ്ട് തന്നെയാണ് ഓരോ മുന്നണികളുടെയും പ്രചരണ രംഗം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം വെച്ച് നോക്കിയാൽ ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി 2ാം ഘട്ട പ്രചരണത്തിന് എത്തി 2 യോഗങ്ങളിൽ പങ്കെടുത്തു. അവിടെ ആഞ്ഞടിച്ചു UDF-നെതിരെ, ഒപ്പം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ഇന്നും മുഖ്യമന്ത്രിയുടെ യോഗങ്ങളുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല 10 മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിന് വേണ്ടി, സ്വരാജിന് വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് വളരെ ആവേശമുള്ള ഒരു ദിവസമാണ്. 10 മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്ത് LDF-ന് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ MP-മാരും MLA-മാരും പ്രതിപക്ഷ നേതാവ് ദിവസങ്ങളായും തമ്പടിച്ച് UDF-ന്റെ പ്രചാരണവും അങ്ങേയറ്റം ആവേശത്തിലാണ്. ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇന്നും ഇവിടെയുണ്ട്. ലീഗ് പ്രവർത്തകർ ഒക്കെയും ആവേശത്തിൽ പൂർണ്ണമായും സഹകരിച്ച് അങ്ങനെ UDF ക്യാമ്പും ഇഞ്ചോടിഞ്ച് ഈ പ്രചരണ രംഗത്ത് നിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ആവേശം. ഒപ്പം അൻവറിന്റേതായ പ്രചരണങ്ങൾ ഇനിയും അൻവറിന് വേണ്ടി യൂസഫ് പദാനൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ, യൂസഫ് പദാൻ MP ഉൾപ്പെടെ എത്താനിരിക്കുന്നു. അങ്ങനെ ഇനിയുള്ള ദിവസം നിലമ്പൂരിനെ സംബന്ധിച്ച് വിശ്രമമില്ലാത്തതാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി. ഇനിയിപ്പോൾ അത് കൂടുതൽ കടുക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി എന്തൊക്കെ പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രയേൽ ഇറാൻ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലമ്പൂർ ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം, അന്താരാഷ്ട്ര വിഷയങ്ങൾ കേരളത്തെ സംബന്ധിച്ച് അതും തെരഞ്ഞെടുപ്പിൽ പല ഘട്ടങ്ങളിൽ പലപ്പോഴും ഉയർന്നു വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോഴുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇസ്രയേൽ ഇറാനെതിരെ നടത്തിയിട്ടുള്ള ഈ കടന്നാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഇന്നലെ മുഖ്യമന്ത്രി തെമ്മാടി രാഷ്ട്രം എന്നാണ് ഇസ്രയേലിനെ സൂചിപ്പിച്ചതെന്ന് നമുക്കറിയാം. ആ രീതിയിൽ ആ വിഷയവും ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, CV അനുമോദും VV അരുണും ഉണ്ട്. പല ഇടങ്ങളിലായി ഞങ്ങൾ നിലമ്പൂരിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പവും താരപ്രചരണത്തിനെത്തിയ ആളുകൾക്കൊപ്പവുമാണ് ഉള്ളത്. അനുമോദും അരുണും എനിക്കൊപ്പം ചേരുമ്പോൾ ആദ്യം അരുണിലേക്ക് തന്നെ പോകാം. അരുൺ, ഇന്നത്തെ ദിവസം നിലമ്പൂരിന്റെ ഇതുവരെ ഉള്ള പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ഗ്യാങ് നിലമ്പൂരിൽ തമ്പടിച്ച് ഇടത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്ന് പ്രചരണത്തിനിറങ്ങുന്ന ഒരു ദിവസം കൂടിയാണ്. മുഖ്യമന്ത്രി ഇന്നലെ 2 യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിഷയം ആളിക്കത്തിച്ചുകൊണ്ട്, കടന്നാക്രമിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം നമുക്ക് മുന്നിലുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? മുഖ്യമന്ത്രിയുടെ ആദ്യ യോഗം എപ്പോഴാണ് നടക്കുന്നത്? ഇന്നലെയും ഉയർത്തിയ അല്ലെങ്കിൽ ഇന്നലെ തൊടുത്തുവിട്ട ആ ജമാഅത്തെ വിഷയം അല്ലെങ്കിൽ ആളിക്കത്തിക്കാൻ ശ്രമിച്ച ജമാഅത്തെ വിഷയത്തിൽ ഊന്നി തന്നെ ആയിരിക്കുമോ ഇന്നും മുഖ്യമന്ത്രി സംസാരിക്കുക? എന്തൊക്കെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്? പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ഈ പ്രചരണത്തിനായി എത്തുമ്പോൾ ഏറ്റവും അധികം പ്രതീക്ഷിക്കപ്പെട്ടതും UDF ഉയർത്തുമെന്ന സൂചന നൽകിയതും മലപ്പുറം പരാമർശമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം, അതിനു മുമ്പ് VS അച്യുതാനന്ദന്റെ മലപ്പുറം ജില്ലയോടുള്ള പരാമർശങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ അത് ഉയർത്തി സർക്കാരിനെ, മുന്നണിയെ പ്രതിരോധത്തിലാക്കുമെന്ന സൂചനയായിരുന്നു UDF കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്
കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ നൽകിയത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി മറുപടി പറയുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടു. പക്ഷേ ഇന്നലത്തെ 2 പൊതുയോഗങ്ങളിലും മുഖ്യമന്ത്രി ആ വിഷയം പരാമർശിച്ചില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. മലപ്പുറം പരാമർശത്തിലേക്ക് മുഖ്യമന്ത്രി പോയില്ല. പകരം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയത് തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു. അതിൽ ലീഗിനെ കുത്തിനോവിച്ചുകൊണ്ടായിരുന്നു. എന്തുകൊണ്ട് നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രവും അവരുടെ മാധ്യമവും തുടങ്ങിയപ്പോൾ അന്നത്തെ പാണക്കാട് തങ്ങൾമാരെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അവർ പോയില്ല. എന്തുകൊണ്ട് പോയില്ല എന്നതിന് മുഖ്യമന്ത്രി പറഞ്ഞത് ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പാണക്കാട് തങ്ങൾമാർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ആ നിലയിൽ നിന്ന് ഇപ്പോൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുചേരാൻ UDF തയ്യാറാകുന്നത്? ആ കൂട്ടുചേരൽ കോൺഗ്രസിന്റെ മാത്രം, അല്ലെങ്കിൽ കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുടെ മാത്രം, അത് VD സതീശന്റെ പേര് പറയാൻ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടൊരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത്. ഇത് എല്ലാവരും ഒന്നും കരുതുന്നില്ല. കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗം, അവർ മാത്രം അറിഞ്ഞുകൊണ്ടല്ല, ലീഗ് അറിയാതെ ഇത്തരമൊരു നീക്കമുണ്ടായത്. അതായത് കോൺഗ്രസ് UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് മുസ്ലിം ലീഗിന്റെ അറിവോടെയാണ് എന്ന ഒരു പരാമർശമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിന് ലക്ഷ്യമെന്ന് പറയുന്നത് സമസ്ത മുസ്ലിം ലീഗിനെ ശക്തമായി പിന്തുണയ്ക്കുന്ന വിഭാഗമായ സമസ്തയ്ക്കുള്ളിലെ ഭിന്നത മുതലെടുക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. അവിടെ മുസ്ലിം ലീഗിനെയും അതുപോലെ കോൺഗ്രസിനെ ഒരുപോലെ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി സംസാരിച്ചു. അതാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്നലെ ഈ പ്രസംഗത്തിൽ, അദ്ദേഹത്തിന് 2 പ്രസംഗങ്ങളിലും ചൂണ്ടിക്കാട്ടിയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുഖ്യമന്ത്രി എണ്ണി പറഞ്ഞു. 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന കേരളമാണോ എന്ന് ചോദിക്കുന്നു. ഓരോ വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, റോഡുകൾ തുടങ്ങി ഓരോ മേഖലയും എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞു. ഇതൊക്കെ വിലയിരുത്തി ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലായി കൂടി മാറുമെന്നൊരു ആത്മവിശ്വാസം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നു. വികസനത്തിന് മുഖ്യമന്ത്രി വോട്ട് ചോദിക്കുന്നു. വിവാദങ്ങൾ വശത്തുള്ളപ്പോൾ തന്നെ വികസനത്തിന് വോട്ട് ചോദിക്കുന്നു. അതായത് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് വോട്ട് നൽകണമെന്നാണ് മുഖ്യമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇന്ന് 2 പൊതുയോഗങ്ങൾ മുഖ്യമന്ത്രി പങ്കെടുക്കും. ആദ്യം അത് വഴിക്കടവിലാണ്, പിന്നീട് എടക്കരയിലും. 2ഇടത്തും മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ ഉണ്ടാകും. സമാനം ഇന്നലെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ തന്നെയാകും മുഖ്യമന്ത്രി ഇവിടെ ഉന്നയിക്കുക. നേരത്തെ രേണുക സൂചിപ്പിച്ചതുപോലെ 10 മന്ത്രിമാർ, മുഖ്യമന്ത്രി, EP ജയരാജനും KT ജലീലും പോലുള്ള മറ്റ് നേതാക്കൾ, അങ്ങനെ ഇടതുമുന്നണിയുടെ ഒരു വലിയ നേതൃദിനം MV ഗോവിന്ദനോട് ക്യാമ്പ് ചെയ്യുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കായി മണ്ഡലത്തിൽ ഉണ്ട്. ഓരോ കുടുംബയോഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്, ആളുകളെ നേരിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇടതുമുന്നണിയുടെ സംവിധാനം, സർക്കാർ സംവിധാനം ഒന്നാകെ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുകയാണ്. അത്രയധികം പ്രാധാന്യത്തോടുകൂടി സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്നുള്ളത് ഉറപ്പാണ്. UDF ക്യാമ്പും ഒട്ടും പിന്നിലല്ല. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അനുമതി വരുമായിരിക്കും. എങ്കിൽ പോലും ഒരു കാര്യം പറഞ്ഞു പോകാം. UDF ക്യാമ്പിന് ആവേശമേറ്റ് പ്രിയങ്ക ഗാന്ധി ഇന്നലെ രാത്രി കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അവർ നാളെ ഈ റെഡ് അലർട്ട് ഭീഷണി നിലനിൽക്കുന്ന നിലമ്പൂരിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. അൻവറിനായി യൂസഫ് പത്താൻ എത്തുന്നുണ്ട്. അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്രയധികം പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് യൂസഫ് പത്താൻ. അങ്ങനെ യൂസഫ് പത്താൻ വരുന്നു, പ്രിയങ്ക ഗാന്ധി വരുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെയും ഇവിടെ തുടരുന്നു. അങ്ങനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ ആവേശ പോരാട്ടമായി മാറുകയാണ് ഓരോ മണിക്കൂറിലും ഓരോ നിമിഷത്തിലും. രേണുക, തീർച്ചയായും ഇന്നലെ ഉണ്ടായിരുന്ന ഒരു അസ്വാരസ്യം മഴയായിരുന്നു. മൺസൂണിന്റെ തിരിച്ചുവരവ് മഴ ഉണ്ടാക്കിയ ഒരു അസ്വാരസ്യമായിരുന്നു. ഇന്ന് അത് മാറി നിൽക്കുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തീവ്രതയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഒരു ദിനമായി ഇന്നത്തെ ദിവസം നിലമ്പൂരിൽ മാറും. എന്തായാലും ആദ്യ മണിക്കൂറുകൾ അല്ലെങ്കിൽ ഈ രാവിലെ നൽകുന്ന സൂചനകൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നതാണ്. അരുൺ തുടരുക. ഇനിയും അരുണിൽ നിന്ന് വിവരങ്ങൾ വേണം. ഞാൻ CV അനുമോദിലേക്ക് ഒന്ന് പോയതിനു ശേഷം അരുണിലേക്ക് തിരിച്ചെത്താം. അനുമോദ് ചേരുന്നു. അനുമോദ്, ഞങ്ങളെല്ലാം നിലമ്പൂരിലുണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്ന് UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മണ്ഡലത്തിലുണ്ട്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രവർത്തകർക്ക്, അണികൾക്ക് ഒക്കെ. മാത്രവുമല്ല, സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു. 11 മണിക്ക് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ യോഗത്തിൽ സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് VD സതീശൻ വാർത്താസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രി അപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഒട്ടും പിന്നിലല്ല. ആ സെക്കൻഡിൽ മറുപടി എന്ന നിലയിൽ UDF കളം പിടിക്കുന്നത് നമ്മൾ നിലമ്പൂരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിനെ സംബന്ധിച്ച് നിലമ്പൂരിന്റെ കാര്യത്തിലുണ്ട്. ഇന്ന് പ്രധാനമായും UDF ക്യാമ്പ് എങ്ങനെയാണ് പ്രചരണത്തിൽ ഇടപെടുന്നത്? ലീഗിനെ ചൂണ്ടി കൃത്യമായി ഇന്നലെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പാണക്കാട് തങ്ങൾമാർ മുൻപ് സ്വീകരിച്ചിരുന്ന നിലപാട് ജമാഅത്തയുടെ വിഷയത്തിൽ എന്താണ് എന്നത് ആവർത്തിച്ചു പറഞ്ഞു. ഇന്നലെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിന് മറുപടി പറഞ്ഞു പോയി എങ്കിൽ പോലും മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ വിഷയത്തിൽ
കൂടുതൽ സംസാരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ ഇനി? UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. UDFനെ സംബന്ധിച്ച് അവർ ഉന്നയിക്കുന്ന ഈ ഭരണവിരുദ്ധമായ വിഷയങ്ങൾ, ഭരണത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ, അതുപോലെ രാഷ്ട്രീയമായിട്ട് ചില പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ടും പ്രചരണത്തിൽ സജീവമായിട്ട് ഉന്നയിക്കുന്നത്. ക്ഷേമ പെൻഷൻ പോലത്തെ വിഷയങ്ങളും അതേപോലെ മലപ്പുറം പരാമർശം അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മറ്റ് സമകാലീന രാഷ്ട്രീയ വിഷയങ്ങളും പ്രത്യേകിച്ച് നിലമ്പൂരിലെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളൊക്കെ UDF ഉന്നയിക്കും. പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിന്റെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ UDFനെതിരെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും LDF ഉന്നയിക്കുന്നത്. LDF കടന്നാക്രമിക്കുകയാണ് UDFനെ. പക്ഷേ ആ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാതിരിക്കുകയാവും UDF ചെയ്യുക. അക്കാര്യങ്ങൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് VD സതീശനും VK കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ക്ഷേത്രങ്ങളൊക്കെ പറഞ്ഞ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ടുള്ള നീക്കമായിരിക്കും UDFന്റെ ഭാഗത്തുണ്ടാവുക. ആ വിഷയം സംസാരിക്കാതെ, ആ വിഷയത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി കൃത്യമായി നൽകാതെ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നുകൊണ്ടായിരിക്കും UDFന്റെ ഭാഗത്തുള്ള പ്രചരണം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഇന്നലെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനം തടഞ്ഞ് പോലീസ് പരിശോധന നടത്തി എന്നുള്ളതാണ്. അതിനെതിരെ ഒരു പ്രതിഷേധം UDF ഇപ്പോൾ ഒരു മണിക്കൂറുകളിൽ തന്നെ ഉയർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിന് വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസം UDFന്റെ പ്രചരണം പ്രധാനമായിട്ടും ഈ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും. നമുക്കറിയാം പാലക്കാട് ഈ ഒരു നീലപ്പെട്ടി വിവാദം എത്രമാത്രം വലിയ വിഷയമായി ഉന്നയിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വണ്ടിയാണ് പോലീസ് തടഞ്ഞത് എന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ വിഷയം, ഒരു MLAയുടെ വണ്ടി പോലീസ് പരിശോധിക്കുന്നു അല്ലെങ്കിൽ അത് തടഞ്ഞു എന്ന വിഷയം UDF രാഷ്ട്രീയമായിട്ട് വലിയ വിവാദമായിട്ട് ഇന്ന് ആക്ഷേപമായിട്ടും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം UDF പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരിക്കും പ്രചരണങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങൾ, നമുക്കറിയാം എത്രമാത്രം വലിയ മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ വിഷയങ്ങൾ ഊന്നിക്കൊണ്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ലീഗുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ലീഗിനുള്ളിലുള്ള ഭിന്നത, സമസ്തയിലെ ഭിന്നത, അത് മുതലെടുക്കാനുള്ള നീക്കങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കുന്നത് എന്നിരുന്നാൽ പോലും അതിൽ പരസ്യമായ പ്രതികരണത്തിന് ലീഗ് തയ്യാറാവാനുള്ള സാധ്യത കുറവാണ്. അതിൽ ഏത് തരത്തിൽ പ്രതികരിച്ചാലും അത് നഷ്ടമുണ്ടാക്കും, UDFന് ദോഷമുണ്ടാക്കും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മൗനം പാലിച്ചുകൊണ്ട് മറ്റു വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും പ്രചരണം. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ന് LDFന്റെ പ്രചരണത്തിൽ ആദ്യ പൊതുയോഗം മുഖ്യമന്ത്രിയുടെ വഴിക്കടവിലാണ്. അപ്പോൾ വഴിക്കടവ് നന്ദുവിന്റെ ദാരുണമായ അന്ത്യം അത് വീണ്ടും ഈ ഒരു മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ, ആ പ്രസംഗത്തിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ UDFനെ, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുമെന്നും നമുക്ക് ഈ ഘട്ടത്തിൽ കണക്കാക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യ പ്രചരണം നടത്തുന്നത് വഴിക്കടവാണ് എന്നതുകൊണ്ട് തന്നെ. എന്നിരുന്നാൽ തന്നെയും നിരവധി നമുക്ക് ഒന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നിലമ്പൂരിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള LDFന്റെയും പ്രചരണവും UDFന്റെ പ്രതിരോധവും, അല്ലെങ്കിൽ UDF ഇന്ന് ചിലപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വണ്ടി തടഞ്ഞ വിഷയം കൂടുതൽ ശക്തമായിട്ട് ഉന്നയിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. രേണുക. തീർച്ചയായും അനുമോദ്, നമുക്കറിയാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസ് നേതാക്കളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പരിശോധനയ്ക്കെതിരെ കയർക്കുന്നതുൾപ്പെടെയുള്ള, ഉദ്യോഗസ്ഥരോട് കയർക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇന്ന് സണ്ണി ജോസഫ് ഉൾപ്പെടെ വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയം എന്തെങ്കിലും പരാമർശിക്കാനാകും എന്നാണോ കരുതുന്നത്? ഈ വിഷയം കോൺഗ്രസ് അങ്ങനെ ഏറ്റെടുക്കുന്നുണ്ടോ? UDF അങ്ങനെ ഏറ്റെടുത്ത് പ്രചരണത്തിലേക്ക് വരാനുള്ള സാധ്യത തന്നെയാണോ നിൽക്കുന്നത്? നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഒരു MLAയുടെയും MPയുടെയും വാഹനം തടഞ്ഞ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു സാധാരണക്കാരുടെ വണ്ടി തടഞ്ഞ് പരിശോധിക്കുന്ന പോലെ ആയിരിക്കില്ല. പോലീസ് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു നടപടി ചെയ്തു, അത് പോലീസിന്റെ നീക്കമാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങളായിരിക്കും UDFന്റെ ഭാഗത്തുനിന്നും വരിക. മാത്രമല്ല, ഈ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പരിശോധന നടത്തി പാലക്കാട് എത്രമാത്രം ഒരു വിവാദമാവുകയും അത് LDFന് തിരിച്ചടി ഉണ്ടാക്കിയ സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വഴി തന്നെ ആയിരിക്കാം ഈ വിഷയം കൊണ്ടുപോകാനുള്ള സാധ്യത. സണ്ണി ജോസഫിന്റെ വാർത്താ സമ്മേളനം 11 മണിക്ക് അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും അവരുടെ നിലപാട് അല്ലെങ്കിൽ പറയാനുള്ളത് അവർ പ്രതികരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പുറമെ ഇന്ന് ഈ രാവിലെ ഈ വിഷയം ഉയർന്നു വരുമ്പോൾ പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാകും UDFന്റെ ഭാഗത്തുള്ള നീക്കം. രേണുക.
തീർച്ചയായും എന്തായാലും പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം പോലെ നിലമ്പൂരിൽ ഒരു പെട്ടി വിവാദം ഉണ്ടാകുന്നോ, പരിശോധനാ വിവാദം ഉണ്ടാകുന്നോ എന്നത് വളരെ കൗതുകമാണ്. അങ്ങനെ ഒരു മണ്ടത്തരം വീണ്ടും ഉണ്ടായോ, അതോ എന്താണ് സംഭവിച്ചത് എന്നതിൽ കൂടുതൽ വ്യക്തതകൾ വേണം, കൂടുതൽ പ്രതികരണങ്ങൾ വേണം. വി അരുണിലേക്ക് കൂടി പോകാം. അരുൺ, പാലക്കാട് അരുൺ ഉണ്ടായിരുന്നു. നമുക്കറിയാം എത്ര ദിവസം നീലപ്പെട്ടി ചർച്ചയായി, അത് ആർക്ക് ഗുണം ചെയ്തു എന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമാനമായ ഒരു പെട്ടി പരിശോധനാ വിവാദം നിലമ്പൂരിലും വരുന്നു. അവിടെയും ആളുകൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തന്നെയാണ്. രാഹുൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ, അല്ലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ പലതരത്തിലുള്ള കമന്റുകൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ശരി, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് വി അരുൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുണിലേക്ക് വരാം. എന്തായാലും പാലക്കാട്ടെ പെട്ടി വിവാദം നിലമ്പൂരിലും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇത്. ദൃശ്യങ്ങൾ സഹിതമാണ് എന്തായാലും ഈ പരിശോധനയുടെ വിവരങ്ങൾ പുറത്തുവരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, ഷാഫി പറമ്പിൽ MP ഇവർ സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വാഹനത്തിലെ പെട്ടികൾ ഉൾപ്പെടെ പരിശോധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെതിരെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തട്ടിക്കയറുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. എന്തായാലും അതൊരു വിവാദമായി മാറാനുള്ള സാഹചര്യമുണ്ട്. എന്തായാലും പാലക്കാട്ടെ നീലപ്പെട്ടിയുടെ അഡ്വാൻറ്റേജ് എന്തായാലും UDF-നായിരുന്നു കിട്ടിയിരുന്നത്. സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ UDF ക്യാമ്പ് എന്തായാലും അത് കൂടുതൽ സജീവമായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താനുള്ള സാധ്യത തന്നെ നിലനിൽക്കുന്നു. അതിന്റെ സൂചനകൾ തന്നെയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകണം. MLA ആയതുകൊണ്ടോ MP ആയതുകൊണ്ടോ ഒരാളുടെ പെട്ടി പരിശോധിച്ചുകൂടാ എന്നൊന്നും നമ്മളുടെ ഭരണഘടന പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തട്ടിക്കയറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ആവർത്തിച്ചുണ്ടാകുന്ന പരിശോധനകളാകാം. വി അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട്ടെ പെട്ടി വിവാദം പോലെ ഒരു നിലമ്പൂർ പെട്ടി വിവാദം കൂടി ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തന്നെയാണ് ഒരു സൈഡിൽ, മറുഭാഗത്ത് കേരള പോലീസുമാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഈ പെട്ടി വിവാദത്തിന് പിന്നാലെ ആയിരിക്കുമോ നിലമ്പൂരിലെ വരുന്ന ദിവസങ്ങൾ? പാലക്കാടിന് സമാനമായി ഒരു പെട്ടി വിവാദം നിലമ്പൂരിലും ഉയരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ് ഇപ്പോൾ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉയർത്തുന്നു. ഉദ്യോഗസ്ഥരോട് രാഹുൽ കയർക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ് ഉണ്ടായിരുന്നത്. അവരുടെ പെട്ടി പുറത്തെടുത്ത് പരിശോധിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇത് ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ UDF ക്യാമ്പിൽ നിന്ന് ഉയരും എന്നതിൽ സംശയമില്ല. ഇന്ന് KPCC അധ്യക്ഷൻ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. മറ്റുള്ള ആളുകളും ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഇന്ന് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുമെന്നാണ് മനസ്സിലാകുന്നത്. പാലക്കാട് നീലപ്പെട്ടി വിവാദം വലിയ രീതിയിൽ ചർച്ചയായതാണ്. അത് വലിയ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന ഒരു വിഷയമായി നമ്മൾ മാറുന്നതും കണ്ടതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉയർത്തിയത് പ്രധാനമായും വർഗീയ സംഘടനകളുമായി ഉള്ള ബന്ധം. എല്ലാ കാലത്തും കേരളം അകറ്റി നിർത്തിയിരുന്ന സംഘടനകളെ എങ്ങനെ UDF 4 വോട്ടിന് വേണ്ടി ഒപ്പം നിർത്തുന്നു എന്നത് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് പ്രചരണം നടത്താനാണ് കഴിഞ്ഞ ദിവസം ശ്രമിച്ചത്. ഇന്നും അതിന്റെ ഒരു സമാനമായ നിലയിലായിരിക്കും LDF കേന്ദ്രങ്ങൾ പ്രചരണം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഘട്ടത്തിലാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. അവർ പലപ്പോഴും ഇന്നലെ VD സതീശനൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് വരെ ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആ വിഷയത്തോട് മറുപടി പറഞ്ഞ് അത് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ഈ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ MLA-യും MP-യും സഞ്ചരിച്ച ഒരു വാഹനത്തിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവർ അത് ആളിക്കത്തിക്കാൻ തന്നെ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനുള്ള പരമാവധി സാധ്യതകൾ അവർ തേടും. ഇപ്പോൾ അതിന്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകട്ടെ. CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്,
ഓരോ ദിവസവും മാറി മറിയുന്നു നിലമ്പൂരിലെ വിഷയങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. പ്രവചനാതീതമാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് എന്നത്. അൻവർ എന്ന ഒരു ഫാക്ടർ അവിടെയുണ്ട്. അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ അതിന്റെ റിസൾട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അവിടെയാണ് ഈ വിഷയങ്ങൾ മാറി മറിഞ്ഞു വരുന്നത്. ഇനിയിപ്പോ ഈ പെട്ടി വിവാദം എന്നത് ഇവിടെ ആളിക്കത്തിക്കുക. UDF സംബന്ധിച്ച് ജമാഅത്തെ വിഷയം മറ്റും അധികം ഉയർന്നു കേൾക്കുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ജനകീയ വിഷയങ്ങളും ഉയർത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ പാലക്കാട് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയ തരത്തിലൊരു സംഭവം വീണ് കിട്ടിയിരിക്കുന്നു എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ? അങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടായിട്ടുണ്ടോ? ഉദ്യോഗസ്ഥ തലങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രേണുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ ദിവസം ഓരോ വിഷയങ്ങൾ തരത്തിലായിരുന്നു നിലമ്പൂരെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഈ ഒരു പെട്ടി പരിശോധന അല്ലെങ്കിൽ വാഹന പരിശോധന എന്ന വിഷയമാണ്. അത് UDF സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പ്രചരണായുധമാക്കി അവർ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ സാഹചര്യങ്ങളിൽ പ്രതിഷേധങ്ങൾ UDF ഉയർത്തിയിട്ടുണ്ടെങ്കിലും അതൊക്കെ LDF പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു, പ്രത്യേകിച്ച് വഴിക്കടവ് വിഷയമൊക്കെ നമ്മൾ എടുത്തു പറയുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഈ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു വാഹനം, MLA വാഹനം തടഞ്ഞ് പരിശോധിക്കുന്ന പോലീസിന്റെ നടപടി, അതിനെ ചോദ്യം ചെയ്യുന്ന MLA നടപടിയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ അദ്ദേഹത്തിന്റെ വാഹനം ഏതായിരുന്നു, MLA ബോർഡ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ട്. സാധാരണ വടപുറം എന്ന് വെച്ചാൽ നിലമ്പൂരിലേക്കുള്ള പ്രവേശന കവാടമാണ്. മറ്റ് മണ്ഡലത്തിൽ നിന്ന് നിലമ്പൂരിലേക്ക് വരുന്ന ആ പ്രധാനപ്പെട്ട വഴിയാണ്. അവിടെ വാഹനം പരിശോധിക്കുന്നത് സാധാരണ രീതിയിൽ പോലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ സഞ്ചരിച്ച വാഹനം ഇവരുടെ MLA ബോർഡും MP ബോർഡും ഒക്കെ ഉള്ളതായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. സ്വകാര്യ വാഹനങ്ങളാണ് സാധാരണ പരിശോധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ MLA MP ബോർഡില്ലാത്ത വാഹനം ആണ് പോലീസ് തടഞ്ഞ് പരിശോധിച്ചെങ്കിൽ അത് സ്വാഭാവികമായ നടപടി എന്ന രീതിയിൽ തന്നെ വേണം കാണുവാൻ. പക്ഷേ ഇവരെ കണ്ട് തിരിച്ചറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് UDF വലിയ വിവാദമാക്കി ഉയർത്തും, പ്രതിഷേധമാക്കി ഉയർത്തും. കാരണം നമുക്കറിയാം, ഓരോ ദിവസവും വിഷയങ്ങൾ മാറി മാറി വരുന്ന നിലമ്പൂരിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന ഈ സംഭവം ഏത് സാഹചര്യത്തിലാണെങ്കിൽ തന്നെയും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. UDF അത് നേരെ പോലീസിന് നേരെ വിമർശനമായിട്ട് ഉന്നയിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിനു പുറമെ ഇത് വരും ദിവസങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് തീരുന്ന വരെയുള്ള ദിവസങ്ങളിൽ ഇത് ആളിക്കത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു MLA-യും MP-യെയും ഇങ്ങനെയാണോ ഈ വിഷയത്തിൽ സാധാരണക്കാരോട് പെരുമാറുന്ന പോലെയാണോ പെരുമാറുന്നത്, രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് പോലീസും കൂട്ടുനിൽക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ UDF ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. എന്നാണെങ്കിലും ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൃശ്യങ്ങളാണ്. ഇതിൽ എന്തെല്ലാം തുടർ പ്രതികരണങ്ങൾ ഇനി വരും എന്നുള്ളതാണ് അറിയേണ്ടത്. രേണുക, തീർച്ചയായും എന്തായാലും ഇപ്പോൾ സ്വരാജിന്റേതായ ഒരു പ്രതികരണം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് CPM-ന് ഇതുമായി ബന്ധപ്പെട്ടൊന്നും യാതൊരു പങ്കുമില്ല എന്നത് ഇടത് സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, എന്ത് സംഭവിച്ചിട്ടുണ്ട്, അതിൽ അവർക്ക് എന്തെങ്കിലും നിയമ നടപടികൾ വേണമെങ്കിൽ അതുമായി മുന്നോട്ട് പോകട്ടെ എന്നതുകൂടി ഇടത് സ്ഥാനാർത്ഥി പറയുന്നു. എന്തായാലും അതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഇതിനോടകം സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDF സംബന്ധിച്ച് അവർ ഒരു ഇരവാദം ഉന്നയിക്കാൻ കിട്ടിയ ഒരു അവസരമായി ഇതിനെ പ്രയോജനപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലമ്പൂരിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. അത് രാത്രി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടായിരുന്നു. പാർട്ടിക്ക് VD സതീശന് തന്നെ തള്ളിപ്പറയേണ്ടി വന്ന ഒരു എൻട്രി ആയിരുന്നു. അവിടെ ഇപ്പോൾ ഒരു തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നു, കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു ഇരവാദം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പെട്ടി വിവാദത്തിലൂടെ രാഹുലിന്റെ ഒരു റീ എൻട്രി ആണോ എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്താണ് സംഭവിച്ചത്? ഒരു പരിശോധനയെ ഒന്നും മറക്കാനില്ലാത്ത MLA ആയാലും MP ആയാലും അവർ എതിർക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ തുടങ്ങി പല വിധത്തിലുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങൾ വന്ന് അതിൽ വ്യക്തത വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കും അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിലയിരുത്താനും സാധ്യമാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തുന്നു. അതിലെ പെട്ടി ഉൾപ്പെടെ എടുത്ത് പുറത്തുവെച്ച് പരിശോധിക്കുന്ന ഒരു സാഹചര്യം, അത്രയും ഒരു MP-യും MLA-യും ആകുമ്പോൾ ആ രീതിയിൽ ഒരു കടന്നാക്രമണം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ പാലക്കാട് നടന്നതിന്റെ ഒരു തനിയാവർത്തനം ഇവിടെയും ഉണ്ടാകുമോ, അവരെ സംശയദൃഷ്ടിയിൽ നിർത്തുന്നു, അവരെ അങ്ങനെ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഒരുപക്ഷെ UDF-ന് ഉന്നയിക്കാവുന്നതാണ്. നമുക്കൊപ്പം VV അരുൺ കൂടി ചേരുകയാണ്. അരുൺ, പാലക്കാട് കത്തിയ നീലപ്പെട്ടി നിലമ്പൂരിലേക്ക് എത്തുകയാണോ? നിലമ്പൂരിലും പെട്ടി വിവാദം
ചർച്ചയാകുന്നു. ഇരവാദം ഉന്നയിക്കുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അവരെ പിന്തുടരുന്നോ, വേട്ടയാടുന്നോ എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം നിലമ്പൂരിൽ സൃഷ്ടിക്കപ്പെടുകയാണോ? എന്താണ് സംഭവിച്ചത്? സ്വാഭാവിക പരിശോധനകൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകാറുണ്ട്. അത് സാധാരണക്കാരുടെയും നേതാക്കളുടെയും ഒക്കെ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡും പോലീസും പരിശോധിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് സ്ക്വാഡാണ് സാധാരണഗതിയിൽ ഇത്തരം പരിശോധന നടത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഈ പ്രധാന പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഒക്കെ അത്തരം പരിശോധനകൾ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായുള്ള പരിശോധനയാണ് എന്നാണ് ആദ്യം വരുന്ന വിവരം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് ആയിരുന്നില്ല, പകരം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന ഒരു പരാമർശമാണ് ഈ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഒക്കെ ഭാഗത്തുണ്ടാകുന്നത്. തങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണം അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും സ്വാഭാവികമായി വിഷയം ചർച്ചയാകും. ഇത് പാലക്കാട്ടെ നീലപ്പെട്ടി വിവാദം പോലെ അല്ലെങ്കിലും രണ്ട് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, അന്ന് ആരോപണ വിധേയരായ രണ്ട് നേതാക്കൾ തന്നെ ഇതിലും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണത്തിന് ശക്തി നൽകുന്നത്. അതായത് അന്നും അവിടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായത്. രാഹുൽ നമ്മുടെ സ്ഥാനാർത്ഥിയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിന്റെയും വാഹനം തടയുന്നു. അതിൽ പെട്ടിയടക്കം, പെട്ടിയിൽ വസ്ത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതടക്കം പരിശോധിക്കുമ്പോൾ തങ്ങളെ ടാർഗറ്റ് ചെയ്തുള്ള സർക്കാർ നീക്കമായി തന്നെ UDF-ഉം അതുപോലെ തന്നെ നേതാക്കളും ഇത് കാണുമെന്നുറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ നിലമ്പൂരിൽ തന്നെ ഉണ്ട്. അവരുടെ പ്രതികരണം വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. KPCC അധ്യക്ഷൻ ഇതിനകം വാർത്താ സമ്മേളനം 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അടുത്തൊരു വിഷയമായി ഇത് നിലമ്പൂരിൽ മാറുമെന്ന് ഉറപ്പാണ്. UDF-ന്റെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, യുവ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് പോലീസും സർക്കാരും പ്രവർത്തിക്കുന്നുവെന്ന ആരോപണം ഇത് കൂടുതൽ ശക്തമാക്കാൻ ഒരുപക്ഷെ UDF തയ്യാറായിരിക്കും. ഏതായാലും സർക്കാരിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുമുണ്ട് പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെയുള്ള ഈ ഹോട്ടലിൽ രാഹുൽ ഈ വിവാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നോക്കൂ. മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമി വിഷയം കൂടുതൽ കത്തിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു ശ്രമം ഇടത് ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്ന ഒരവസരം. 10 മന്ത്രിമാർ ഇന്ന് ക്യാമ്പ് ചെയ്ത് പ്രചരണ രംഗത്തിറങ്ങുന്ന ഒരു സമയത്താണ് UDF-ന് ആ കയ്യിൽ വെച്ച് കൊടുത്തതുപോലെ പറയാൻ പറ്റുന്ന ഒരു വിഷയം കിട്ടിയിരിക്കുന്നത്. ശരി, ഞാൻ അരുണിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇപ്പോൾ നിലമ്പൂരിൽ ഉയർന്ന ഈ വിവാദത്തിന്റെ ദൃശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും തടഞ്ഞു നിർത്തി, വാഹനം തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ ഒരു പണി അതങ്ങനെ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ മനസ്സിലായില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ട പണി എടുക്കണമെങ്കിൽ ഒരു പണി അതങ്ങനെ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ അവിടെ ഉണ്ടായി പരിശോധനയെ തുടർന്ന് എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഞങ്ങൾ പൊട്ടിമുളച്ചുണ്ടായതല്ല എന്നതാണ് ഷാഫി പറമ്പിൽ സൂചിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരോട് വലിയ രീതിയിൽ കയർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരുപക്ഷെ ഒരു പരിധി കടന്ന് ഭീഷണിയുടെ സ്വരം വരെ രാഹുലിന്റെ വാക്കുകളിൽ നിന്ന് ഉയരുന്നുമുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരണം. എന്തായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ഈ പ്രചരണ രംഗത്ത് കൂടുതൽ കത്തിക്കാൻ UDF-നെ സംബന്ധിച്ച് ആഗ്രഹമുണ്ടാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം പാലക്കാട് ഈ രീതിയിലുണ്ടായിട്ടുള്ള, ഈ രീതിയല്ല
പെട്ടി വിവാദം എന്തായാലും UDF-നെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് ഇരവാദം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ അതെന്തായാലും ഈ പ്രചരണ രംഗത്ത് ഇന്നത്തെ ദിവസം കത്തിച്ചു നിർത്താൻ തന്നെയായിരിക്കും UDF ക്യാമ്പ് ശ്രമിക്കുക. ഇനിയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴും വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോഴും ഒക്കെ ആ കാര്യങ്ങൾ കൂടുതൽ ഊന്നി സംസാരിക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും രാത്രി വന്ന് അൻവറിനെ കണ്ടത്, രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയത്, പാർട്ടിക്ക് വരെ തള്ളിപ്പറയേണ്ടി വന്നതാണ്. പരസ്യമായി VD സതീശൻ തള്ളിപ്പറഞ്ഞ കാര്യമാണ്. ആ രാഹുൽ ഇപ്പോൾ നിലമ്പൂരിൽ അവസാന ദിവസം പ്രചരണ സമയത്ത് എത്തുമ്പോഴേക്ക് രാഹുൽ ഒരു ഇരവാദം ഉന്നയിച്ച് രംഗത്ത് വരുന്നു. അത് UDF-ന് പ്രധാന പ്രചരണ വിഷയമാക്കി മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതൊക്കെ നമുക്ക് കാത്തിരിക്കണം. അനുമോദ് തുടരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഒപ്പം VV അരുണും തുടരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ, ഇപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രയോഗിക്കും എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമാണ്. മാത്രവുമല്ല തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ആ രീതിയിൽ മാറിപ്പോകുമെന്നും അറിയാം. അത് ഗുണം ചെയ്യുക എന്തായാലും UDF-നെ സംബന്ധിച്ചായിരിക്കും. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയമൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് UDF-ന് എന്തായാലും അത്ര സുഖകരമായ സാഹചര്യമല്ല സൃഷ്ടിക്കുക. അപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകുമോ? അല്ലെങ്കിൽ MP എന്ന MLA എന്ന പരിഗണന അവർക്ക് ആവശ്യമായ പരിഗണന നൽകാതെ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെ ഇടത് ക്യാമ്പിനൊരു ക്ഷീണമാകുമോ ഇനി? ശരി, VV അരുൺ, എന്തായാലും ഈ വിഷയം തന്നെയാണ് നിലമ്പൂരിൽ നിൽക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണ് VV അരുൺ എന്ന് മനസ്സിലാക്കുന്നു. നേതാക്കളുടെയൊക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതേ ഉള്ളൂ. വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിമറിയാവുന്ന വിഷയമാണ്. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും നേതാക്കളുടെയൊക്കെ കൂടുതൽ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവുക. M സ്വരാജ് എന്തായാലും ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അത് എന്താണ്? CPM-ന് യാതൊരു പങ്കുമില്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നിയമപരമായി അതിനെ നേരിട്ടോട്ടെ എന്ന ഒരു സമീപനം M സ്വരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം തേടുമ്പോൾ അദ്ദേഹം അതാണ് നൽകുന്ന മറുപടി. ഇനി കൂടുതൽ പ്രതികരണങ്ങൾ എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. VV അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തന്നെ അജണ്ട അവസാന ദിവസങ്ങളിൽ അങ്ങ് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. UDF-നെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരിക്കും അത്. കാരണം ജമാഅത്തെ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ വേറൊരു വിഷയത്തിലേക്ക് മാറിപ്പോകുന്നത്, അവർക്ക് വിവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിലേക്ക് മാറിപ്പോകുന്നത് എല്ലാ ചാനലുകാരും കൂടെ ഒരുമിച്ച് കാണാം. രണ്ടായിട്ട് പറയണ്ടല്ലോ, ഒരുമിച്ച് പറയാം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിലേക്ക്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് പ്രതികരിക്കാമെന്നതാണ്. അദ്ദേഹം കൂടുതൽ പ്രതികരണം നടത്താതെ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പോയിരിക്കുകയാണ്. അരുൺ, അപ്പോൾ UDF-ന് ഇരവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉദ്യോഗസ്ഥ തലത്തിൽ സൃഷ്ടിക്കപ്പെട്ടോ? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ഹോട്ടലിലേക്ക് വന്നതേ ഉള്ളൂ. ഇവിടെ ഇല്ലായിരുന്നു. ഏതായാലും അദ്ദേഹം പിന്നീട് പ്രതികരിക്കാം. ഷാഫി പറമ്പിലും എല്ലാം ചേർന്ന് ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം റൂമിലേക്ക് പോയത്. ഏതായാലും ഇതിൽ ഒരു കാര്യമുണ്ട്, പാലക്കാട്ടെ പെട്ടി വിവാദവുമായി ഇതിനെ താരതമ്യപ്പെടുത്താനായിട്ടില്ല. കാരണം അവിടെ ഒരു കൃത്യമായ ഒരു വിവരം പോലീസ് ലഭിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധിക്കുന്നു. അവിടെ അത് കള്ളപ്പണമെന്ന ആരോപണമായി ഇടതുമുന്നണി എത്തുന്നു, തെളിയിക്കപ്പെടാൻ അവർ കഴിയാതെ പോവുകയും അവിടെ ഈ UDF ക്യാമ്പ് അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. പൂർണ്ണമായും ഒരു വ്യാജ ആരോപണത്തിന്റെ പേരിൽ തങ്ങളെ വേട്ടയാടിയെന്ന് അവിടെ UDF-നെ സ്ഥാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ പരിശോധനകൾ ഉണ്ടാകാറുണ്ട്. അത് തന്നെ ഇവിടെ നടന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ രണ്ട് MLA-മാർ വരുമ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനുള്ള പരിഗണന, തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ സാധാരണക്കാരനും MLA-യും മന്ത്രിയും എന്നുള്ള പരിഗണന നൽകാറില്ല. മന്ത്രിമാരുടെ വാഹനങ്ങൾ പോലും പരിശോധിക്കാറുണ്ടെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞ ഈ പാലക്കാട് വിഭാഗത്തിൽ തന്നെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ പരിശോധന സ്വാഭാവികമാണ്. അവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, ഇവിടെ ഈ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥനോട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംസാരം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥനെ സർവീസിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുന്നു, ഭീഷണിപ്പെടുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് സ്വാഭാവികം
വിശദീകരിക്കേണ്ടതാണ്. MLA-മാരെ പരിശോധിക്കുമ്പോൾ അവർ തങ്ങളുടെ പെട്ടി തുറന്നു കാണിക്കുമ്പോൾ വീണ്ടും അവർ അതിനപ്പുറത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ UDF ഇതൊരു പ്രചരണ വിഷയമാക്കി മാറ്റാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം പാലക്കാട്ടെ പെട്ടി വിവാദം അത്ര അധികം അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന് സമാനമായി ഇത് വളർത്തിയെടുക്കാനാകുമോ എന്ന ശ്രമം UDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നും ഉറപ്പാണ്. പോലീസിന്റെയും സർക്കാരിന്റെയും വിശദീകരണങ്ങളും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറല്ല. പിന്നീട് നേതാക്കളുമായി എത്തി പ്രതികരിക്കാമെന്നൊരു സൂചനയാണ് അദ്ദേഹം നൽകിയത്. UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് ഇന്ന് 10 മണിക്ക് അദ്ദേഹത്തിന് പൊതുപരിപാടിയുണ്ട്. KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും UDF വിഷയം ഉയർത്തിക്കാട്ടും. അതിലെങ്ങനെ ഇടതുകൊണ്ട് പ്രതിരോധം ഉണ്ടാകുമെന്നും അറിയേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധനകൾ വ്യാപകമാണ്. അത് സാധാരണമാണ്. അവിടെ MLA-യും മന്ത്രിയും ഒക്കെ പരിശോധിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് UDF നേതാക്കളായ UDF-ന്റെ പ്രധാനപ്പെട്ട യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും പോലീസ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ? സർക്കാർ നിർദ്ദേശപ്രകാരം അവരെ വിടാതെ പിന്തുടർന്ന് അവരെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ പരിശോധനാ സംഘത്തിന്റെ ഭാഗത്തുണ്ടായോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയല്ല, ഇതൊരു സാധാരണ പരിശോധന മാത്രമാവുകയും അവിടെ ഇത്തരത്തിലൊരു പ്ലോട്ട് UDF MLA-മാർ സൃഷ്ടിക്കുക ആണോ എന്ന കാര്യത്തിൽ കൂടിയുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്ന് തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീമതി ബിന്ദു കൃഷ്ണ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പാലക്കാട് ഒരു പെട്ടി വിവാദം ഉയർന്നിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു എന്നത് ഒരു വലിയ വിവാദമായി ഉയരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പരിശോധന നടത്തുന്നതിനെ എതിർക്കേണ്ടുന്ന സാഹചര്യമുണ്ടോ? തെരഞ്ഞെടുപ്പ് ജനങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. അപ്പോ പരിശോധനകളിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒഴിവുകഴിവ് MLA-ക്കോ MP-ക്കോ നൽകേണ്ടതുണ്ടോ? ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? എന്താണ് സംഭവിച്ചത്? രണ്ട് കാര്യങ്ങൾ. ഒന്നാമതായി, പാലക്കാട് പെട്ടി ഉണ്ടായതൊന്നുമല്ല. പിണറായിയുടെ പോലീസ്, മര്യാദ കെട്ട പോലീസ് പിണറായിയുടെ നിർദ്ദേശപ്രകാരം, പാലക്കാട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാനും ശ്രീമതി ഷാനിമോൾ താമസം മുറിയിലേക്ക് പാതിരാത്രി പുരുഷ പോലീസ് ഇടിച്ചു കയറി ഞങ്ങളെ അപമാനിക്കുകയും ചെയ്തു. ഞങ്ങളെ അടിവസ്ത്രങ്ങൾ വരെ പുറത്തിട്ട് പരിശോധിച്ച്. അതൊരു വിവാദമൊന്നുമല്ല, ശുദ്ധ മര്യാദകരാണ് കാണിച്ചത്. അത് തന്നെയാണ് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പൊ നിലമ്പൂരിൽ നടക്കുന്നത്. ഇവിടെ CPM-ന്റെ 99 MLA-മാർ, മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാര് കോടിക്കണക്കിന് രൂപ LDF ഇടുന്ന ഒഴുക്കുന്നുണ്ടോ? ഏത് പോലീസാ, ഏത് മന്ത്രിയുടെ വാഹന തടഞ്ഞ്? ഏത് CPM MP-യുടെ വാഹന തടഞ്ഞ്? ഒരു MP ഉണ്ട്, അതിവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞോ? MLA-മാരുടെ വാഹനം തടഞ്ഞോ? ഇവിടെ ഏറ്റവും നന്നായി ജനകീയ വിഷയങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് UDF-ന് വേണ്ടി പ്രചാരണം നടത്തുന്ന, ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും സംശുദ്ധമായ രാഷ്ട്രീയ ഉടമകളായ ശ്രീ ഷാഫി പറമ്പിൽ MP-യെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും പാതിരാത്രി തടഞ്ഞു നിർത്തി പെട്ടിയെടുത്ത് നടുറോഡിലിട്ട് മുഴുവൻ സാധനങ്ങളും വലിച്ചു കളഞ്ഞ് പരിശോധിക്കാൻ അവരെന്താ കള്ളന്മാരാണോ? കൊള്ളക്കാരാണോ? അല്ലല്ലോ. ഈ കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നവരല്ലേ. ഒരു കള്ളപ്പണവും മോശമായ പണം കൊണ്ട് നടക്കുന്നവരല്ല അവര്. അത്രയ്ക്ക് അറിയാഞ്ഞിട്ടാണ്. എന്നിട്ട് എന്തായി പരിശോധിച്ചിട്ട്? അപ്പൊ ഇതൊന്നും അല്ല കാര്യം. ഇവിടെ ജനകീയ പ്രതികരണം LDF-നെതിരാണ്. കാരണം 9 വർഷം നിഷ്ക്രിയതയുടെയും അഴിമതിയുടെയും ധൂർത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും പ്രതിരൂപമായ ഭരണത്തിനെതിരായ വികാരം നിലമ്പൂരിലെ ജനങ്ങളിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, നോക്കൂ, ഒരു പക്ഷേ ഇപ്പോൾ എന്തിനാണ് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട MLA MP ഇവരെ തടഞ്ഞു നിർത്തി ഇങ്ങനെ ഒരു പരിശോധന ആവശ്യമാണോ എന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ നോക്കൂ, ഒരു പരിശോധന ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പരിശോധന നടത്തിക്കൂടാ എന്ന് നിയമമൊന്നുമില്ല. പരിശോധിക്കാം. പരിശോധനയ്ക്ക് വിധേയരാകേണ്ടുന്ന ബാധ്യത അവരെ സംബന്ധിച്ചുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് ഭാഷയിലാണ് ആ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ. ഭീഷണിപ്പെടുത്തുകയാണ്. സർവീസിൽ വെച്ചേക്കില്ല എന്ന തരത്തിലൊക്കെയുള്ളൊരു ഭീഷണിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകേണ്ടതിന്റെ കാര്യം എന്താണ്? പാതിരാത്രി തടഞ്ഞെടുത്ത് അന്യായം കാണിക്കുന്നവരെ പിന്നെ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണോ? അവര് കാണിക്കുന്ന അന്യായത്തിനെതിരായി പ്രതികരിക്കും. നിയമപരമായി നാളെ അതിനുള്ള നടപടി എടുക്കുമെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? CPM-ന്റെ ഒരൊറ്റ MLA-ക്കെതിരെ MP-ക്കെതിരെ ഈ നടപടി കാണുന്നില്ലല്ലോ. എന്തെല്ലാം പച്ചക്കള്ളങ്ങളാ പാലക്കാട് പറഞ്ഞത്. അവരുള്ള ഒരാളെ പരിശോധിച്ചില്ലല്ലോ. അവിടെ എന്റെ റൂമിന് നേരെ എതിർവശമുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രതികരണത്തോട് താങ്കൾ വിയോജിക്കുന്നൊന്നുമില്ല? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. താങ്കൾ പറയൂ എന്താ പറഞ്ഞെന്ന്. ഞാൻ അവരെ വെട്ടി പരിശോധിച്ചു, അത് അന്യായമാണ്. അവരെ തടഞ്ഞു നിർത്തി ഇത്ര ആക്ഷേപിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. രാഹുൽ ഭീഷണിപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എങ്കിലും സ്വാഭാവികമായി ഇത്രയും അന്യായം കാണിക്കുമ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാകാം. വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകാം. എനിക്കറിയില്ല.
ഓക്കെ ബിന്ദുകൃഷ്ണ, ഒന്ന് ആ വിഷ്വൽ കേട്ടാൽ താങ്കൾക്ക് മനസ്സിലാകും. നമുക്കറിയാം ഒരുപക്ഷെ ഒരു MPയെയും MLAയും നടു റോഡിൽ തടഞ്ഞു നിർത്തി ഈ രീതിയിലൊക്കെ അപമാനിക്കുന്ന തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ സ്വാഭാവികമായും വിയോജിപ്പ് ഉന്നയിക്കാം. അവരെ ശരി, ഇപ്പോ ബിന്ദുകൃഷ്ണ കട്ട് ചെയ്തിരിക്കുകയാണ്. ആ പ്രതികരണം ആവശ്യമായിരുന്നോ ഇല്ലയോ എന്നൊരു പ്രതികരണം ബിന്ദുകൃഷ്ണയിൽ നിന്ന് തേടാനാണ് ഞാൻ ശ്രമിച്ചത്. നമുക്കറിയാം ഇപ്പോൾ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പോലീസോ ഉദ്യോഗസ്ഥരോ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം UDF-നെ സംബന്ധിച്ച് ഈ വിഷയത്തിലുണ്ട്. അങ്ങനെ ഒരു പരിശോധന നടു റോഡിൽ തടഞ്ഞു നിർത്തി അവരുടെ വാഹനത്തിൽ നിന്ന് പെട്ടി പുറത്തെടുത്ത് തുണിയും മറ്റുമൊക്കെ എടുത്ത് പുറത്തിട്ട ഒരു പരിശോധന ഒരു MLA MPയെ സംബന്ധിച്ച് അവർ അർഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ അങ്ങനെ ഒരു ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, ഇന്നലെ രാത്രി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി ഒരു പരിശോധന നടത്തിയത് വലിയ വിവാദമായി വരുന്നുണ്ട്. താങ്കൾ ആ വിഷയം ശ്രദ്ധിച്ചിരുന്നോ? ഈ ഉദ്യോഗസ്ഥരുടെ നടപടി എങ്ങനെ കാണുന്നു? ഞാനത് മനസ്സിലാക്കി. അത് വളരെ ബോധപൂർവമാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട അറിയപ്പെടുന്ന ജനപ്രതിനിധികളെ ബോധപൂർവം അവഹേളിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ വാഹനം നിർത്തിയത്. അതിൽ MP ബോർഡ് ഉണ്ടായിരുന്നു. നിർത്തിച്ചത് മനസ്സിലാക്കാം, ആരാണെന്ന് അറിയാൻ വേണ്ടി നിർത്തിച്ചു. MPയും MLAയുമാണ് അതിൽ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. എന്നിട്ടും ആ വാഹനത്തിന്റെ ഡിക്ക് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഡിക്കിൽ വേറൊന്നും കണ്ടില്ല, പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു. ഇത് വളരെ മനഃപൂർവ്വമായിട്ടുള്ള ഒരു അവഹേളനം തന്നെയാണ്, അധികാരത്തിന്റെ ദുർവിനിയോഗം തന്നെയാണ്. ഇത് പാലക്കാടിന്റെ ഒരു തനി ആവർത്തനമാണ്. ഗവൺമെന്റിന് തിരിച്ചടിയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകപക്ഷീയമാണ്, പക്ഷപാതപരമാണ്. ശ്രീ സണ്ണി ജോസഫ്, അങ്ങനെ ഒരു പരിശോധന അരുത് എന്ന നിയമമില്ലാത്ത നാട് കൂടിയാണല്ലോ. അപ്പോ അങ്ങനെ ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ അതിൽ നിങ്ങൾക്ക് എതിർസ്വരം അറിയിക്കാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുമാറിയ രീതി ശരിയാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് ഭയകപക്ഷീയമായിട്ടുള്ള പരിശോധനയാണെന്ന് പ്രകടമല്ലേ. DF-ന്റെ ആരുടെയെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇത് രണ്ടാമത്തെ ഒരു ആവർത്തനമല്ലേ, പാലക്കാട് കണ്ടതല്ലേ. കേരളത്തിൽ നമുക്കറിയാം, ഒരു ജനപ്രതിനിധിയുടെ വാഹനം അത് തുടർന്ന് പരിശോധിക്കാറില്ല. അത് അസാധാരണമാണ്, മനഃപൂർവ്വം തന്നെയാണ്. അപ്പോ ഷാഫിയെയും രാഹുലിനെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു ആരോപണമാണോ ഉള്ളത്? അങ്ങനെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ അതിനോടുള്ള രാഹുലിന്റെ പ്രതികരണം നിങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പ്രതികരിക്കേണ്ടത്? ഒരു പരിശോധന ഉണ്ടാകുമ്പോൾ വിയോജിപ്പുണ്ടെങ്കിൽ രേഖപ്പെടുത്താം, നിയമപരമായി അതിനെതിരെ പോരാടണമെങ്കിൽ പോരാടാം. അതിനപ്പുറം ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന തലത്തിലേക്ക് ഒരു ജനപ്രതിനിധി മാറാൻ പാടുണ്ടോ? അദ്ദേഹം ഉദ്യോഗസ്ഥരോട് കയർക്കുന്നുണ്ട്, ഭീഷണി സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. ഭീഷണിയൊന്നുമല്ല, ന്യായമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭീഷണിയില്ല. ഓക്കെ, അപ്പോ നിലമ്പൂരിൽ ഇനി ഈ വിഷയം UDF ഉന്നയിക്കുമോ? ഇതുൾപ്പെടെ ചർച്ച ചെയ്യും. സർക്കാരിന്റെ അധികാര ദുർവിനിയോഗം, ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെ അതാണുള്ള വിഷയം. പോലീസിന്റെ രാഷ്ട്രീയവൽക്കരണം, അതാണ് വിഷയം. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോ വാർത്താ സമ്മേളനം താങ്കൾ വിളിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഓക്കെ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് നമ്മളോട് സംസാരിച്ചത്. അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. പോലീസിനെ ഉപയോഗിക്കുന്നു, അധികാര ദുർവിനിയോഗം നടത്തുന്നു എന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും വലിയ വിഷയമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത് ഉയർന്നു വരും എന്നതിന്റെ സൂചനകൾ തന്നെയാണ് KPCC അധ്യക്ഷൻ നൽകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും പൂർണ്ണ പിന്തുണയുണ്ട്. രാഹുൽ അങ്ങനെ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിച്ചത്, അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചത് ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ മാത്രമേ UDF കാണുന്നുള്ളൂ. അതിനപ്പുറം ഈ വിഷയം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർത്താൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി ഉയർത്തിവിട്ട ജമാഅത്തെ വിഷയവുമായി, അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കിയ ജമാഅത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് മാറി ഒരുപക്ഷെ ഇന്ന് ഈ പരിശോധനയും പെട്ടി വിവാദവും നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ കൂടുതൽ ചർച്ചയാകാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. UDF അവർ ഒരു ഇരവാദം ഉന്നയിക്കുന്നു, ഷാഫിയെയും രാഹുലിനെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ, അധികാര ദുർവിനിയോഗം സർക്കാർ നടത്തുന്നു എന്ന തരത്തിൽ ഈ വിഷയം ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ LDF കേന്ദ്രങ്ങളിനെ പ്രതിരോധിക്കുന്നു എന്നതായിരിക്കും ഇന്നത്തെ ദിവസം നിലമ്പൂർ കാണാൻ പോകുന്നത്. എന്തായാലും നിലമ്പൂർ അംഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. വരും ബുള്ളറ്റിനുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തുടരും. ബാക്ക് ടു സ്റ്റുഡിയോ ശ്രീജയിലേക്ക്.